Hello and welcome to Josco Jewelers Smart Show 60 powered by Datri Hair Care Plus. And this time it's star-studded. ഒരുപാട് സ്റ്റാർസ് വന്നിട്ടുണ്ട്. അതിനൊക്കെ തൊട്ട് മുമ്പ് സ്മാർട്ട് ഓഡിയൻസ് വെൽക്കം. ഇന്ന് നമ്മുടെ സ്മാർട്ട് ടീം 1-ൽ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പ്രശസ്തമായ സീരിയലിലെ 2 കഥാപാത്രങ്ങളാണ്, സിറിലും ജയസുധയും. സിറിലെ എല്ലാരും സിറിലും ജയസുധയ്ക്ക് ഒരു വെൽക്കം കൊടുത്തേ. സിറിൽ മറ്റേ ആ വില്ലൻ ചിരിയോടുകൂടി തന്നെ നിൽക്കണം, എങ്കിലേ രസമുള്ളൂ. ആ ചിരി ഉണ്ട്, അത് ഇൻബിൽറ്റ് ആണല്ലേ, അല്ലാതെ പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല, ജന്മന ഉള്ളതാണല്ലേ. സിറിലിന്റെ കാര്യം ഞാൻ എടുത്തു പറയട്ടെ. സിറിൽ എന്ന് പറയുന്നത് അജി ജോൺ. അജി ജോൺ എന്നുള്ള പേര് ഒരു പക്ഷേ നിങ്ങൾ അറിയുന്നത് ഒരു നടനായിട്ട് മാത്രമല്ല, മലയാളത്തിൽ മികച്ച സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് അജി. അജി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് എന്ന് പറയുന്ന സിനിമയിൽ അജി ഒരു മികച്ച കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ട് പിന്നെ എന്നിട്ട് സീരിയലിൽ ഒരു മെയിൻ ക്യാരക്ടർ. എങ്ങനെയായിരുന്നു അതിലോട്ടുള്ള ലാൻഡിങ്? എങ്ങനെയായിരുന്നു അജി? ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ് ടിവി, ഓക്കെ, then KK രാജു. ഈ 2 കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. സൂപ്പർ. അതെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് നോ, അങ്ങനെ ആലോചിച്ചിട്ടില്ല. അത് രാജീവേട്ടൻ ആണല്ലോ. അത് KK രാജീവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും സീരിയലിൽ ഇത്രയും ഫ്ലവേഴ്സ് ടിവിയിലെ സീരിയൽസ് നേരത്തെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രോഗ്രാംസിന്റെ ഒരു നിലവാരം. അജി ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒരു സ്റ്റൈലും, അജിയുടെ ഹോട്ടൽ കാലിഫോർണിയ ഓപ്പണിംഗ് തന്നെ അജിയാണ്. അറിയത്തില്ല, ആ പടത്തിനകത്ത് ഫസ്റ്റ് സീക്വൻസ് തന്നെ അജിയാണ്. അതിനകത്ത് സംവിധായകനെ തന്നെ കളിയാക്കിക്കൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ എന്തുകൊണ്ട് സംവിധാനം ഇപ്പോഴും ഉണ്ടോ, അതോ അതിന്റെ ഇടയിൽ? അല്ല, സമയം പോകല്ല. ഇത് കമ്മിറ്റ് ചെയ്ത ശേഷം വേറെ പ്രോജക്ട്സ് ഞാൻ ആക്ച്വലി ഡിസംബറിൽ തുടങ്ങുന്നു. നെക്സ്റ്റ് മൂവി വീണ്ടും മേനോൻ കുട്ടിയായിട്ടാണോ? അല്ലല്ല, ആസിഫാണ്. അപ്പോ ഏതായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. പക്ഷെ ഞാൻ സിറിലിന്റെ കാര്യം ചോദിക്കട്ടെ. സിറിൽ ഈ പേടിപ്പിച്ച് നടന്ന ആൾക്കാർക്കെല്ലാം കാര്യം ഏതാണ് മനസ്സിലായിട്ടുണ്ട്. സിറിലിന്റെ വ്യൂ പോയിന്റിൽ സിറിൽ ഈസ് ജെന്യുവൻ. സിറിലിന്റെ ഡിസയേഴ്സ്, സിറിലിന്റെ ആഗ്രഹം നമ്മുടെ എല്ലാവരുടെ വ്യൂ പോയിന്റിലും സിറിൽ ജെന്യുവിനെ അല്ല, അതങ്ങനെ ആയിരിക്കുമല്ലോ. അതങ്ങനെ ആയിരിക്കും, ക്യാരക്ടർ അങ്ങനെയാണ്. സിറിലിന്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് സിറിൽ മാത്രമേ ഉള്ളൂ. സിറിൽ കള്ളം പറയുന്നതൊക്കെ സിറിലിന്റെ ആവശ്യത്തിന്. സിറിലിന്റെ ഇനി അടുത്ത ആഗ്രഹം എന്താണ്? സിറിൽ സുധിയെ കൊണ്ടേ പോകും. സിറിൽ വേണമല്ലോ. സിറിൽ തീർച്ചയായും. സിറിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള. ഇത്രയും നാള് ജോലി ബിസിനസ് എല്ലാം കളഞ്ഞിട്ട് കൊച്ചിയിൽ നിൽക്കുന്നത് തന്നെ ഓൺലി ബിക്കോസ് ഓഫ് ഇഷ. അതെ, ഈ പറഞ്ഞ പോലെ ആ കഥാപാത്രം മികച്ച ഉയരങ്ങളിലോട്ട് തന്നെ പോട്ടെ. മാത്രമല്ല അജിയുടെ മറ്റ് പ്രോജക്ട്സിന് ഓൾ ദി ബെസ്റ്റ്. ജയസുധയുടെ ഞാൻ വളരെ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം. എന്ന് വെച്ചാൽ ഞാൻ ജയസുധയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഓപ്പൺ ആക്ടിങ് ഉണ്ടല്ലോ, അതായത് ഒരു നോ ഹോൾസ് ബാർഡ് ആക്ടിങ് ഉണ്ടല്ലോ, അത് വ്യക്തമായി കാണുന്ന ഒരാളാണ്. എല്ലാവരും ചേർന്ന് അതിനൊരു കമാൻ. ശരിക്കുള്ള പേര് പാർവതി. RJ ആയിരുന്നു, ഫ്രീലാൻസർ ആണ്, വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ്. എന്നിട്ട് എങ്ങനെ കണ്ടെത്തി അവർ നിങ്ങളെ അഭിനയിക്കാനായി? അതും ഫ്ലവേഴ്സ് ചാനലാണ് എന്നെ വിളിച്ചു വരുത്തിയത്, സീരിയലിലേക്ക് തന്നെ ക്ഷണിക്കുന്നത്. അവരാണ് എന്നെ ഈ പർദീസയിലേക്ക് നയിച്ചത്. എന്തായാലും എന്റെ ഉള്ളിൽ ഇത്രയും ഒരു നല്ലൊരു വില്ലത്തി അല്ലെങ്കിൽ കുശുമ്പി ഉണ്ടെന്ന് തന്നെ സ്വയം മനസ്സിലാക്കി തന്നത് KK രാജീവ് സാറാണ്. അല്ല, അതിന്റെ ഒരു ആ ക്യാരക്ടറിന്റെ ഗ്രഡേഷൻ ഭയങ്കര രസമായിരുന്നു. അതായത് കല്യാണത്തിന്റെ സമയത്തും അതല്ലേ ചേട്ടൻ വരുന്ന സമയത്തും ഒക്കെ ഉള്ള ഒരു ജെനുവിനിറ്റി ആ ക്യാരക്ടറിൽ ഭയങ്കര എവിഡന്റ് ആയിരുന്നു. അതായത് കൃഷ്ണപ്രസാദിന്റെ ക്യാരക്ടറൊക്കെ വരുന്ന സമയത്തുള്ള ജെനുവിനിറ്റി ഭയങ്കര എവിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സാധാരണ പെണ്ണിന് ഉള്ള എല്ലാ കുശുമ്പും കുഞ്ഞായ്മയും അതുപോലെ ആ ഒരു വിളി ഒരിക്കലും ഒന്ന് കേൾക്കാൻ പറ്റുമോ? ഞാൻ ഇമാജിൻ ചെയ്തോട്ടെ, വലിയ പാടായിരിക്കും. സുധീപേട്ടാ, ആ വിളിക്ക് പിന്നിലും ശരിക്കും KK രാജീവ് സാറാണ്. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഓരോ ഷോട്ടിലും എങ്ങാനും ഈ ടോൺ ഇത്തിരി കുറഞ്ഞു പോയാൽ സാറ് കട്ട് പറയും, ആ സുധീപേട്ടൻ വന്നില്ല. സാറ് പറഞ്ഞു കേൾപ്പിക്കും, സുധീപേട്ടാ നീട്ടി തന്നെ വിളിക്കണം സാറ് നിർബന്ധമായിട്ടും പറയും. രസമായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങളും അമ്മയുമായിട്ടുള്ള ഗായത്രി ചെയ്യുന്ന കഥാപാത്രമായിട്ടുള്ള കെമിസ്ട്രി ഭയങ്കര എവിഡന്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. മാത്രമല്ല ബാലചന്ദ്രൻ ചുള്ളിക്കാട് അവതരിപ്പിക്കുന്ന അച്ഛന്റെ കഥാപാത്രമായിട്ടുള്ള ആ ഒരു തമ്മിലുള്ള അന്തരം ഉണ്ടല്ലോ, അതുമൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ ഒന്ന് ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ. എനിവേ KK രാജീവ് എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു കഴിവും കൂടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് അസലായിട്ട് അത് പോർട്രേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ ലെറ്റ്സ് വെൽക്കം സ്മാർട്ട് ടീം 1 എവരിബഡി. ടീം ഈറൻ നിലാവ്.
വൺസ് അഗൈൻ നമ്മൾ തന്നെ നമ്മുടെ ഹോൺ ബ്ലോ ചെയ്യണമല്ല, ശരിക്കും പറഞ്ഞാൽ അത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ഈ 2 സീരിയലുകളും കൊടുത്തിരിക്കുന്ന ഒരു നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബാർ റേസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് മറ്റ് സീരിയലുകൾ അതിലേക്ക് അനുകരിച്ചെത്താനുള്ള ഒരു ദൂരം ഭയങ്കരമാണ്. അതിൽ ഈറനിലാവിൻ്റെ കാര്യം എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. അത് തുടക്കം മുതൽ ഞാൻ അതിലെപ്പോഴും മുകുന്ദേട്ടൻ്റെ ഈ രൂപത്തിന് ഞാൻ ഇപ്പോഴും മുകുന്ദേട്ടൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, മുകുന്ദേട്ട ഇത് എങ്ങനെ മാനേജ് ചെയ്യണം? കാരണം വേറൊരു പടം വരുമ്പോൾ എന്ത് ചെയ്യും? കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സീരിയൽ എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കാനേ പറ്റില്ല. ഞാൻ ആദ്യമേ പറയട്ടെ, ഇവരെ മുകുന്ദേട്ടെന്നും സരയുന്നും വിളിക്കുന്നതിനേക്കാളും ഉദയനും നന്ദനയ്ക്കും സ്വാഗതം. നന്ദനയുടെ ക്യാരക്ടറിൽ തുടങ്ങാം, ഫ്രം ലേഡീസ് ഫസ്റ്റ്. നന്ദന ശരിക്കും വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഭയങ്കര ഡോസൈൽ ഒരു 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 ഗേൾ നെക്സ്റ്റ് ഡോർ ക്യാരക്ടറിൽ നിന്ന് മാറി ആ മറ്റേ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്ന സീൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ ഷോപ്പിനകത്ത് കയറിയിട്ട് ആ മാനേജർ അവിടെ ഇരിക്കുമ്പോൾ എണീക്കാൻ പറയുന്ന സീക്വൻസ് വന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഹസ്ബൻഡിനോട് ചെയ്യുമ്പം പോലും ഒരുപാട് മിതത്വത്തോടു കൂടി പറയാവുന്ന ലിമിറ്റുകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സരയു ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നീ ആരുടെ എൻ്റെ മുമ്പിൽ ഇരിക്കാനെന്നുള്ള ഒരു ഫീല് കൊടുത്തുകൊണ്ടാണ് ആ സാധനം ചെയ്തത്. അത് അസാധ്യമായിട്ടുണ്ടായിരുന്നു. ആ ഒരു സീക്വൻസ് പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. ആ ഒരു സാധനം ചെയ്തപ്പോൾ ആ ക്യാരക്ടർ നിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അഗൈൻ ഡയറക്ടറിന്റെ ഉറപ്പായിട്ടും ഉള്ളൊരു ഇതുണ്ടെങ്കിൽ കൂടിയും ഡയറക്ടറുടെയും നമ്മുടെ ജോയ്സി സാറിന്റെ ഒക്കെ വലിയൊരു പിന്തുണ നമുക്ക് കൂടെയുണ്ട് നമ്മുടെ ഈറനിലാവ് ടീമിന്. പറഞ്ഞ പോലെ നന്ദന ആദ്യം വളരെ പാവ ഒരു കുട്ടിയായിരുന്നു. അവിടുന്ന് കുറച്ചൊക്കെ മാറി കഥാപാത്രം ബോൾഡായി തുടങ്ങി. പക്ഷെ അത് എല്ലാവരിലും ഉള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മൾ ഒട്ടും എക്സാജറേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ പറഞ്ഞ സീരിയലുകളുടെ ഒക്കെ ഒരു ഗുണം അതാണ്, നമ്മളൊന്നും എക്സാജറേറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല. റിയൽ ലൈഫിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ പോർട്രേ ചെയ്തിട്ടുള്ളൂ. ഒരു സാഹചര്യം വരുമ്പോൾ പെൺകുട്ടികൾ മാറും, ബോൾഡ് ആവും എന്നുള്ളതിനൊരു തെളിവാണ്. സഹിക്കുന്നതിനൊരു പരിധിയില്ല. സഹിക്കുന്നതിനൊരു പരിധി മാത്രമല്ല, കണ്ണീർ നായികയല്ല നായിക എന്ന് കാണിക്കുന്ന ഒരു സംഭവമുണ്ട് ഈറനിലാവിൽ. അത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതേസമയം ഉള്ളില് അത്രയധികം പെയിൻ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഭർത്താവ് നന്ദൻ ഇന്നും അംഗീകരിച്ചിട്ടില്ലല്ലോ, ഇതുവരെ ഒന്നും വിളിച്ചിട്ട് പോലുമില്ല. ഉദയേട്ടാന്നോ അല്ലെങ്കിൽ പേര് ഒന്നും വിളിച്ചിട്ട് പോലും പ്ലെയിൻ ഓടിക്കും. പക്ഷേ അപ്പൊ മറുപടിയും പറയുന്നുണ്ട്. അത് പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഒരു ക്യാരക്ടർ പോർട്രേലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഉദയേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്തും ആ മുരടത്തരം വിടുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയുന്നത്. അതായത് നമുക്ക് സാധാരണഗതിയിൽ അഭിനയിക്കുമ്പോൾ എങ്ങനെ പോയാലും അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തോട് അവതരിപ്പിക്കുമ്പോൾ ആ ഒരു ചെറിയ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവണമല്ലോ. അവിടെ പോലും ഒരു രീതിയിലും ക്യാരക്ടർ കോംപ്രമൈസ് ഇല്ലാതെ അങ്ങനെ പോവാണ്. അവസാനത്തെ ജീവിതത്തെ സ്വാധീനിക്കുമോ? ഒരിക്കലുമില്ല. അതായത് ഉദയൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. ഇപ്പോൾ ഉദയൻ്റെ ചെറുപ്പകാലം കാണിച്ചിട്ടില്ല, പക്ഷെ ഉദയൻ ചെറുപ്പത്തിലേ അങ്ങനെയാണ്. അയാൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അയാളുടേതായ ഒരു ഐഡിയോളജി, അയാളുടേതായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് അത് ആ വ്യൂ പോയിന്റ് നമ്മൾ പറയും. പക്ഷെ ഉദയനെ കുറിച്ച് ഇത് കൂടുതലാണ്. ഉദയനെ കുറിച്ച് പ്രതാപേട്ടൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ഉദയൻ കൊള്ളാമെന്ന് പറഞ്ഞാൽ തന്നെ സദ്യക്ക് ഞങ്ങൾ ഈ അവിടെ ഭാര്യ വീട്ടിൽ പോകുമ്പോൾ സദ്യ സമയത്ത് പറയുന്നുണ്ട്, അത് പായസം കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തന്നെ എക്സലന്റ് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടറാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഉദയനെ സംബന്ധിച്ച് ഉദയൻ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും ഉദയന്റെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഉദയന്റെ ചില നോട്ടങ്ങളിൽ തന്നെ അയാളുടെ കുറെ ഡയലോഗ്സ് അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. സത്യമാണ്. അതെ 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 അതെ. കൂടുതൽ അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ വാക്കുകൾ അശ്രദ്ധമായിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടോ ഒരു ഡയലോഗ് പോലും ഉദയം പറഞ്ഞിട്ടില്ല. സത്യനന്ദിക്കാട് സാർ എന്താ ഒരു കമന്റ് പറഞ്ഞിരുന്നല്ലോ ഇതിനെപ്പറ്റി? അല്ല, അതൊരു ഭയങ്കര കോംപ്ലിമെന്റ് ആയിട്ടുള്ളത്. അദ്ദേഹം ഡയറക്ടർ ആയിട്ടുള്ള സംസാരിച്ച ഒരു സംഭവം വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ സീരിയലിനെ കുറിച്ച് പറഞ്ഞത് സീരിയൽ വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ വൈഫാണിത് കണ്ടിരുന്നത്. സാറിന് വൈഫ് വിളിച്ച് കാണിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ അത്തരം കാര്യങ്ങളെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനിങ്ങനെ ഡയറക്ടറോട് പറഞ്ഞു വളരെ നല്ല അഭിപ്രായം നമ്മുടെ സീരിയലിനെ കുറിച്ച്, ഈ ഈറനിലാവിനെ കുറിച്ച് പറയുകയും അദ്ദേഹം കുറച്ച് എപ്പിസോഡ്സ് കാണുകയും ചെയ്തു. കണ്ടതിന് ശേഷം ഈ ഡയറക്ടർ നമ്മൾ അരുണായിട്ട് സംസാരിച്ചപ്പോൾ, സീരിയലിൻ്റെ നമ്മുടെ ഡയറക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഉദയൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും നന്ദനയുടെ കഥാപാത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഉദയൻ്റെ ആ അപ്പിയറൻസിൽ തന്നെ അയാളെ ആ വ്യത്യസ്തത അതിൽ തന്നെ അയാളെ ക്യാരക്ടർ എന്തോ വ്യത്യസ്തമാണ് എന്ന സാധനം വന്നു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കാര്യം ഈ ഒരു സാധനം ഒരു നടന് ചെയ്യുന്ന ഒരു ഭയങ്കര, സത്യം പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റേഷൻ ആണ്. കാരണം ഈ അപ്പിയറൻസിൽ തന്നെ വേണ്ടേ നാളെ ഇപ്പോ
നമ്മളിപ്പോ മുംബൈ പോലീസിലെ പോലത്തെ ഒരു ക്യാരക്ടറിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്കിത് മാറ്റാൻ പറ്റില്ല, കാരണം മെഗാ സീരിയലാണ് ഇത് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ നടൻ അതിന് വേണ്ടിയിട്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ ആ ഒരു ചലഞ്ച് എടുത്തതിന് തീർച്ചയായും യു ഡിസേർവ് എ ലൗഡ് അപ്ലോസ്. നമുക്ക് ഒരാളെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ വിളിക്കുന്നത് സ്നേഹത്തോടെ DOG എന്നാണ്. DOGയുടെ ഫുൾ ഫോം അറിയാം? DOG എന്താണ് DOG? ഡോഗ്. DOGക്ക് ഫുൾ ഫോം ഉണ്ടെന്ന് പറയുമ്പോൾ ഡോഗ് എന്ന് പറയും. DOG എന്താന്ന് ചോദിച്ചാൽ ഡോഗ്. അത് DOG, പക്ഷെ ഞാൻ DOG DIG എന്ന് പറഞ്ഞ ഡിഗ് എന്ന് പറയും. ഡയറക്ടർ ഓഫ് ഗെയിംസ്. Absolutely right. The director of games. Correct ആയിട്ട് ഇപ്പോഴേ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങി. എനിക്ക് നല്ല ക്വസ്റ്റ്യൻ കുറച്ചുകൂടി DOG എവിടെ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ശ്രീകുമാർ. ഹലോ. എന്തെന്ന് ഒരു പാവമായിട്ട് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് എന്തുകൊണ്ടാ ഇത്ര നല്ല കുട്ടിയായി നിൽക്കണെന്ന് വെച്ചാല് എന്റെ അമ്മ മുകുന്ദേട്ടനെ പേടിയാണെന്ന് പറയുന്നത് സത്യമാണ്. അങ്ങനെയല്ല, എന്റെ അമ്മ ഭയങ്കര സീരിയൽസ് എപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പൊ എന്റെ അമ്മയുടെ ഏറ്റവും അതായത് താങ്കൾ കാണാറില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, ഇപ്പം നമ്മള് ഷൂട്ടിനൊക്കെ വന്ന് പോയി കിടക്കും, നമ്മൾ നേരെ കിടന്ന് ഉറങ്ങത്തില്ല. പക്ഷെ എന്റെ അമ്മ അങ്ങനെയല്ല. എന്റെ അമ്മയ്ക്ക് സിറിൽ എന്ന ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്നോട് എന്റെ അമ്മ ചിലപ്പം ഞാനിപ്പം കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് സിറിലിനെ കണ്ടോ സിറിലിന്റെ ചിരി എന്നോട് എപ്പോഴും പറയും, സിറിലിന്റെ ചിരി ഭയങ്കര രസാ, സിറിലിന്റെ നോട്ടം ഭയങ്കര ഇഷ്ടമാണ്, സിറിൽ ഇതാ ഇതാണ് ഫുൾ ടൈം എന്റെ വീൽ. അപ്പൊ ഇപ്രാവശ്യം ഇല്ല, ഇച്ചിരി ഒച്ച വെച്ച് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുന്നു, ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുന്നു, ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുമോ? ശ്രീലക്ഷ്മിയോടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് പോക്കുവേ അതിന് ഈറന്നിലാവിലേക്ക് പോകുമ്പോൾ നന്ദന എന്നൊരു ക്യാരക്ടർ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞേക്കണ എന്താന്ന് വെച്ചാല്, അവരൊക്കെ വരുന്നതായത് മോളെ ഇപ്രാവശ്യം ബലൂൺ പൊട്ടിക്കുന്ന ഗെയിമോ അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള ഗെയിമോ ഒന്നും കൊടുക്കണ്ട, ഭയങ്കര ഈസി ഗെയിം അത് മാത്രോ കാര്യം അറിയോ? നമ്മളിന്ന് എപ്പിസോഡ് തുടങ്ങാൻ വൈകി എന്താ? ശ്രീലക്ഷ്മി റെഡിയായി നേരത്തെ വന്നു, അമ്മ റെഡിയാവാൻ എടുത്ത സമയം ആ മുകുന്ദേട്ടൻ വരുന്നു സിറില് വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ മേക്കപ്പ് മാന് സ്വസ്ഥത കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഗെയിം അപ്പൊ വീണ്ടും ഒന്നേന്ന് റീപ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അമ്മ പറഞ്ഞോണ്ട് അപ്പൊ ഒന്ന് റീപ്ലാൻ ചെയ്യണം. അതുകൊണ്ട് മറ്റേ ആർച്ചറി മറ്റേ പാട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഇല്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള ഗെയിംസ് ആണ് ഇപ്രാവശ്യം. ഇല്ല, എന്റെ അമ്മ പിന്നെ വഴക്ക് പറയും, സിറില് വന്നിട്ട് ഇത്ര ഡിഫിക്കൽട്ട് കാര്യങ്ങൾ എന്തോ അമ്മയുടെ തലക്ക് വെക്കുകയാണല്ലോ മനസ്സിലുള്ളതാണ് ഈ പറയുന്നത്. കുഴപ്പമില്ല, കാണാൻ ലുക്കുള്ള ഒരു ചേട്ടൻ, നോക്കിയാലും ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞങ്ങള് ഗെയിംസ് ഒക്കെ ആയിട്ട് ഇവിടെ റെഡിയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ട് പെട്ടെന്ന് തോന്നുന്നു 60 seconds. Okay, let's start. Okay. Ready? Audience ready? So, first round. ശരിയോ തെറ്റോ? 200 മീറ്റർ മനുഷ്യൻ ഇതുവരെ 20 സെക്കൻഡിൽ താഴെ സമയത്തിൽ ഓടിയിട്ടില്ല. 200 മീറ്റർ. Yes, gone. സിറിൽ ആൻഡ് ജയസുധ, yes or no? ശരിയോ തെറ്റോ? തെറ്റ്. അതായത് 200 മീറ്റർ മനുഷ്യൻ ഇതിനു മുമ്പ് 20 സെക്കൻഡിൽ താഴെ ഓടിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, ഉറപ്പാണ്? ഉറപ്പാണ്. എന്ത് തോന്നുന്നു? എത്ര സെക്കൻഡ് ആയിരിക്കും ഓടിയിട്ടുണ്ടാവുക? ഐ തിങ്ക് വേൾഡ് റെക്കോർഡ് ആയിരിക്കും 20 സെക്കൻഡിൽ താഴെ എന്ന് പറയും. 18 or 19 ഹുസൈൻ ബോൾട്ട് ഓടിയ സമയത്ത് 200 മീറ്റർ 20 സെക്കൻഡിൽ താഴെയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. പക്ഷേ വേൾഡ് റെക്കോർഡ് 19.19 ആണ്. ഇതിന്റെ വേൾഡ് റെക്കോർഡ് ആയിരുന്നില്ല. ഇദ്ദേഹം ഇത്തവണ ഓടിയത് വേൾഡ് റെക്കോർഡ് ആയിരുന്നു. 19 സെക്കൻഡിൽ താഴെ ഓടുമെന്നായിരുന്നു ബോൾട്ട് പറഞ്ഞിരുന്നത്. 19 സെക്കൻഡ്സിൽ താഴെ ഓടിയിരുന്നെങ്കിൽ അത് മറ്റൊരു വേൾഡ് റെക്കോർഡ് ആയേനെ. ശരി ഉത്തരമാണ്. ശരിയാക്കിയെന്ന് മാത്രമല്ല, ആദ്യത്തെ 60 സെക്കൻഡ്സ് ടൈം നിങ്ങൾക്കാണ്. ഈറനിലാവിന്റെ മുകളിൽ പോക്കുവെയിൽ നേടുന്ന വിജയമാണ്. അത് ഗെയിം കഴിഞ്ഞിട്ട് പറയാം. അവിടെ പോയിട്ട് എന്താവോ എന്തോ. ശ്രീലക്ഷ്മി, DOG, ഗെയിം ഇതാണ്. നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടിയാണ് ഈ ഗെയിം ചെയ്യാൻ പോകുന്നത്. ജിം ബാൾ ബാലൻസ് ചെയ്തുകൊണ്ട് 10 ബലൂണുകൾ പൊട്ടിക്കണം. ഓക്കെ, 10 ബലൂൺ എങ്ങനെയാന്ന് വെച്ചാൽ
ഓരോ ആളും 5 എണ്ണം വെച്ച് അങ്ങനെ ടോട്ടൽ 10 എണ്ണം പൊട്ടിക്കുക. ഈ ടാസ്ക് 60 സെക്കൻഡ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന 7000 മ്യൂസിക് സിസ്റ്റമാണ്. ബ്രില്യന്റ്. രണ്ടുപേർക്കും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന ഗെയിം. ടീം എഫേർട്ട് അല്ലേ? അപ്പൊ രണ്ടുപേരും കൂടെ 10 പൊട്ടിച്ചാ പോരെ? ആ മതി. പക്ഷെ ഒരാൾ 5 മറ്റേ ആൾ 5 അങ്ങനെ അങ്ങനെയായിട്ടില്ലേ? അതാണല്ലോ ടീം എഫേർട്ട് എന്ന് പറയുന്നത്. മറ്റേതല്ലേ ഒറ്റയ്ക്കുള്ള എഫേർട്ട് എന്നാണ് അതിന് പറയുക. രണ്ടുപേരും വാ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഓടാൻ റെഡി ആയിക്കോട്ടെ. അയ്യോ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയോ? ഇപ്പോഴാണ് യഥാർത്ഥ ഹൈറ്റ് കണ്ടത്. വരും. റെഡി. ഓൾ ദി ബെസ്റ്റ്. ജയിച്ചിട്ടേ വരാവുള്ളൂ. ഓക്കെ. ശ്രീലക്ഷ്മി അങ്ങനെ പലതും പറഞ്ഞ് തെറ്റിക്കാൻ നോക്കും. ഇത് ശ്രീലക്ഷ്മി കൊടുക്കണം, അല്ലാതെ തല വെച്ച് അടിച്ചാലും കുഴപ്പമില്ല. Okay. ഓൾ ദി ബെസ്റ്റ്. ഗോ. എങ്ങനെയാന്ന് വെച്ചാൽ പേടിക്കണ്ട, wait. കളി തുടങ്ങല്ലേ? കളി തുടങ്ങല്ലേ? അവർക്ക് ഞാൻ ചോദിക്കാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ആക്ച്വലി ബാലൻസ് എന്നൊക്കെ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ടൈം അല്ല തുടങ്ങൂ. അത് അപ്പടി തുടങ്ങും. അപ്പോഴും തുടങ്ങും, പേടിക്കണ്ട. സ്പീഡിൽ ഓടണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓടാൻ. ഗെയിം ഇത്രയാണ്. ഈ ജിംബോൾ രണ്ടുപേരും പുറകുവശം കൊണ്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ. ഓക്കെ, എന്നിട്ട് കാലുകൊണ്ട് ഒരാൾ 5 എണ്ണം വെച്ച് 10 എണ്ണം പൊട്ടിക്കണം. ഓക്കെ, ഓക്കെ. 60 സെക്കൻഡ്സ്. റെഡി? അപ്പൊ നമുക്കിത് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഗെയിം ടൈം start സ്റ്റാർട്ട് ചെയ്യാം. തിരിഞ്ഞു നോളൂ. ഇങ്ങനെയൊക്കെ പാടില്ലേ? അല്ല, തിരിഞ്ഞ് ഓക്കെ. ബാലൻസ് സെറിന്റെ ജുബ്ബ ഇതിന് പറ്റിയതാട്ടോ. ഊർന്നു പോയിക്കോളൂ. യു റെഡി? കുറച്ചും കൂടി മേലോട്ട് വെച്ചാൽ നെക്കിപ്പിടി. ഇവരിതൊക്കെ ഓക്കെ. ഇത് താഴെ വീണ ഗെയിം പോയോ? താഴെ വീണാ പോയി. താഴെ വീണ പോയി. താഴെ വീണാ പോയി. അത് ബലൂണൊക്കെ ഇവിടെ എങ്ങോട്ട് ബലൂണൊക്കെ അല്ലല്ല, വെയിറ്റ്, അത് ഞാൻ തട്ടി മാറ്റും. അത് അറേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, കോമഡി സൂപ്പർ നൈറ്റ് ആയിട്ട് ഇത് മാറ്റിയാലോ എന്നാലോചിക്കോട്ടെ. അല്ല നമുക്ക് ആക്ച്വലി ആ ഒരു ചോദ്യം കുറച്ച് കേട്ടായിരുന്നോ? സരയുവിന്റെ ചോദ്യം കേട്ടോ. നിങ്ങൾ ആ ബോളാണോ പൊട്ടിക്കാൻ പോണത്? ഓക്കെ. ഓക്കെ, ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. നോക്കി, ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട്, നടന്നു ഫ്രണ്ടിലേക്ക്, ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക്. വരണം. എല്ലാ സൈഡിലേക്കും നടന്നു നോക്ക്, വാ വാ. നടന്നു കം കം പാറു വക്കം. ഇവിടെയാ? കുറച്ച് എല്ലാ സൈഡിലേക്കും നടന്നു നോക്ക് സിറിൽ. ഏ? എല്ലാ സൈഡിലേക്കും നടന്നു നോക്കാൻ. ആ ഇപ്പോഴാട്ടോ ഓക്കേ, ഒന്ന് നടന്ന് നോക്കിയാലോ? ആളായത്. പാറു. ഓക്കെ. റെഡി? ഓക്കെ, റെഡി? You come behind. പാറു താഴെ. വെയിറ്റ്, അപ്പൊ കൈ പുറകിൽ വെച്ചോളൂ. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ പുറകിൽ വെക്കണം. ലൈക്ക് തൊടാൻ പാടില്ല. ഞാൻ പറയട്ടെ, സിറിൽ ഇങ്ങോട്ട് തിരിഞ്ഞേ. ശരിയാവില്ല, തിരിഞ്ഞ്. ആ അത് പറഞ്ഞേ. ഇങ്ങോട്ടാ. ആ ഇങ്ങോട്ട് തിരിഞ്ഞേ. ഓക്കെ ശരി. ഓക്കെ, റെഡി? സോ ടൈം സ്റ്റാർട്ട്സ് നൗ. പതുക്കെ ബാക്കിലേക്ക് ബാക്കിലേക്ക് ബാക്കിലേക്ക്. കൈ തൊടാൻ പാടില്ല, കൈ തൊടാൻ ഞാൻ പാടില്ല. പൊട്ടിക്കട്ടെ, ഞാൻ പൊട്ടിക്കട്ടെ. പൊട്ടിച്ചോ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ആ അയ്യോ, ഇവിടെ പോയി. ഫ്രണ്ടില് ഫ്രണ്ടില്. പൊട്ടിച്ചോ. What a hit. ബാക്കിലേക്ക് വാ, ബാക്കിലേക്ക് വാ. ബാക്കിൽ ബലൂൺ എടുത്തില്ല, ബാക്കിലേക്ക് വാ സിറിൽ. ബാക്കിലേക്ക് വാ. അങ്ങോട്ട് പോ. ഇത് തള്ളല്ലേ ബാക്കിലേക്ക്. What a hit. എടോ, തള്ളണോ? One, ഓ, രണ്ട്. 3, അയ്യോ, പതുക്കെ 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 തള്ളല്ലേ. 4, ആ, തിരിയെ, Okay, Help me. തിരിയെ. 1 6, 7. വാ വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. വാ വാ വാ. ഇങ്ങോട്ട് വന്നു വെച്ചാൽ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. ഓക്കെ. 7, 4 വേഗം വേഗം 8, 9. വേഗം അവിടെ 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 അവിടെ. അയ്യോ, ഇവിടെ തൊട്ടടുത്തുണ്ടായി. 10. Congrats. ഓടിക്കോ. ആ 5, ഓടിക്കോ. 4, 3, 2. രണ്ടുപേരും പറഞ്ഞുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്, വെൽ പ്ലേഡ് ബോത്ത് ഓഫ് യു, വെൽ പ്ലേഡ്. ആ കോർഡിനേഷൻ ഗംഭീരമാണ്. വെൽ പ്ലേഡ്. ഒന്നും പ്രതീക്ഷിച്ചില്ല. അറിഞ്ഞില്ല, അറിഞ്ഞില്ല, കുട്ടികൾക്ക് ഇത്രയും കഴിവുള്ളതായിട്ട് അറിഞ്ഞില്ല. സെക്കൻഡ് റൗണ്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ. ക്വസ്റ്റ്യൻ ഒരു സ്റ്റില്ലാണ്, കാണുക. അല്ല, ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഈ ബസർ അമർത്തി കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ചാൻസ് പോയി. മനസ്സിലായോ? എന്റെ കാര്യത്തിലാണോ വെറുതെ ഒരു ചാൻസ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം എന്താണെന്ന് പറയാതെ ബസർ, ഇത് നിങ്ങളെ ചാൻസ് ആണ് കേട്ടോ. സോറി. നമ്മുടെ പട്ടിക്കുട്ടിയെ കണ്ടോ? കണ്ടു. ഈ കുട്ടിയുടെ പേരറിയോ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പട്ടിയാണ്. അറിയോ? പേരറിയോ? നമ്മളെ പേരിൽ വലിയ വിശ്വസിക്കുന്നില്ല. അത് പട്ടിക്കൊരു പേരിന്റെ ആവശ്യമില്ല. പട്ടിയെ പട്ടിന്ന് വിളിച്ചാൽ പട്ടി മനുഷ്യനാണെന്ന് തോന്നും എന്നുള്ള വിശ്വാസമുള്ള ആളാണോ? ഇദ്ദേഹത്തിന്റെ പേര് കുഞ്ഞൻ. കുഞ്ഞൻ. കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ ആരെന്ന് വെച്ചാൽ നമ്മള് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന രൂപേഷിന്റെ വീട്ടിലെ പട്ടിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ. ഈ ബ്രീഡ് ഏതാണെന്നറിയോ?
പോമറേനിയൻ അല്ല, ഇറ്റ്സ് കോൾഡ് ലസാപ്സോ. ലാസാപ്സോ എന്ന് പറയുന്ന ചിത്ര ചേച്ചി വേണമായിരുന്നു. ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ. ലാസാപ്സോ എന്നുള്ളതില് ലാസ, അതാണ് ഇതിന്റെ ഒരു ഒറിജിൻ നഗരം എന്നുള്ള രീതിയിലാണ്. ലാസ എന്ന് പറയുന്ന നഗരം എവിടെയാണ്? Oh, shit. കേട്ടിട്ടുള്ള നഗരമാണ്. ക്ലൂ. ലാസ എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് വരുന്നത്, എപ്പിതെറ്റ് എന്ന് പറയുന്നത് ലോസ്റ്റ് സിറ്റിയാണ്. ലോസ്റ്റ് സിറ്റി, നഷ്ടപ്പെട്ട നഗരം എന്നുള്ള രീതിയിലാണ്. ഒരു കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ക്ലൂ തരികയാണെങ്കിൽ, അല്ല ഞങ്ങൾക്ക് ബുദ്ധിസ്റ്റ് സന്യാസിമാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ചൈനയുടെ ഒരു ഭാഗമായി മാറിയ സ്ഥലമാണ്. ചൈന ഇപ്പോഴും സ്വന്തം സ്ഥലം എന്ന് പറയുന്നു. പക്ഷേ വളരെ പ്രശസ്തനായ ഒരു റിലീജിയസ് ലീഡർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് പറയാൻ പറ്റും. ആണക്കേടാണല്ലോ ഈശ്വരാ. ദലൈ ലാമ. ദലൈ ലാമയുടെ സ്ഥലമാണിത്. ടോപ്പ് ഓഫ് ദ വേൾഡ്. ടോപ്പ് ഓഫ് ദ വേൾഡ്. അല്ല തന്നെ രണ്ടെണ്ണുണ്ട്. സംശയം ക്ലിയർ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഇത്രയും ക്ലൂ പറഞ്ഞിട്ട് തെറ്റിച്ചാ മോശമല്ലേ? അല്ലെങ്കിൽ പ്രസ് ചെയ്തിട്ടില്ലായിരുന്നു, നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ? ഓക്കെ, ഞങ്ങൾക്ക് വളരെ വേണം. ഈസിയാണ് സംഭവം, അറിയാമായിരുന്നു. പക്ഷേ കൺഫ്യൂഷൻ. ഇത് ലസാപ്സോനെ അവിടെ വളർത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിൽ ഈ കുരങ്ങന്മാർ വരികയാണെങ്കിൽ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ലസാപ്സോനെ അവിടെ വളർത്തുന്നത്. അത് ഭയങ്കരമായി കുരച്ച് ബഹളം ഉണ്ടാക്കുന്ന ഭയങ്കര വികൃതിയുള്ള ഒരു പട്ടി, ഒരു ബ്രീഡാണ്. ആ പേരിനൊരു ക്ലൂതാ. ലാസ. രണ്ട് കൺഫ്യൂഷനേ ഉള്ളൂ. അല്ലല്ല, ആൻസറിൽ രണ്ട് സ്ഥലത്തും ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉള്ള സ്ഥലങ്ങളാണ്. ടോപ്പ് ഓഫ് ദ വേൾഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ചൈനയുടെ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ചൈനയുടെ പ്രവിശ്യയാണ്, അതായത് ചൈന അംഗീകരിച്ചിരിക്കുന്നത് ചൈനയുടെ ഒരു പ്രോവിൻസ് ആയിട്ട് തന്നെയാണ്. ദലൈലാമയുടെ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. Now you have to say the answer. ടിബറ്റ്. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉള്ള സ്ഥലം, ലോകത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾക്ക് ഇത് വേണേ ഉറപ്പിക്കാം, അല്ലെങ്കിൽ മാറ്റി പറയണേ. ഇപ്പം മാറ്റി പറയാം. ലാസ്റ്റ് ചാൻസ്. അല്ല, അത് തന്നെയാണ്. ഉറപ്പാണ്. ഇത്രയും ക്ലൂസ്, ദലൈലാമ എന്നുള്ള ക്ലൂ തന്നിട്ട് കൂടി നിങ്ങൾ പറയുന്ന ഉത്തരം ടിബറ്റ് ആണെന്നാണ്. എനിക്ക് വീട്ടിൽ ബുദ്ധിസ്റ്റ് മങ്കുകളുടെ സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്തിട്ടുണ്ട്? പോകാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ടില്ല. പക്ഷെ ഇവരെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ ഫ്ലവേഴ്സിൽ ഈ പരിപാടി ചെയ്യേണ്ടി പിന്നെ പരീക്ഷയ്ക്കൊക്കെ കൃത്യമായിട്ട് വല്ല അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷേ സ്വാമി അവൻ പഠിക്കുകയും കണ്ട് ചെയ്തിരുന്നു അല്ലേ? അല്ലേ? എന്ത് മനുഷ്യന്റെ കല്യാണമാണ് നവംബറിൽ. കേട്ടല്ലോ, കൺഗ്രാറ്റുലേഷൻസ്. അതിന് മാത്രമല്ല, for making the answer right. ടിബറ്റിന്റെ ക്യാപിറ്റൽ ആണ് ലാസ. ഈ പറഞ്ഞ പോലെ ലോസ്റ്റ് സിറ്റി. ഈ ബുദ്ധിസ്റ്റ് മങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ അറിയോ? നമ്മൾ ആ സംഗീത് ശിവം പരിചിട്ടുണ്ട്. അതാണ് പ്രോബ്ലം. നമുക്ക് സംശയം, നമുക്ക് ലാമ എന്ന് പറഞ്ഞാൽ റിംബോച്ചനെ ഓർമ്മ വരും. അതാണ് പ്രശ്നം. പക്ഷേ ടിബറ്റിലാണ് ദലൈലാമയുടെ സ്ഥലം. അപ്പോ ടിബറ്റ് എന്നുള്ള ശരി ഉത്തരം അവർ പറഞ്ഞതിന് 60 seconds ഓഫ് ടൈം. നിലവറയ്ക്കുള്ളിൽ അടുത്ത സമ്മാനം സ്വന്തമാക്കേണ്ടത് നിങ്ങളാണ്. ശ്രീലക്ഷ്മി, ഗെയിം. ഇപ്രാവശ്യം നമ്മുടെ നിലവറയിൽ ഫുൾ തയ്യാറാക്കിയിരിക്കുന്ന ഗെയിമിന്റെ പേരെന്താന്ന് വെച്ചാൽ എനിക്ക് പേരറിയില്ല. പക്ഷെ സറി ചേച്ചിന് ഇഷ്ടമുള്ള പേര് തന്നെ വിളിക്കാട്ടോ, കുഴപ്പമില്ല. ബാബുന്നോ ആളുടെ പേരെന്താ പറയില്ല? അല്ല, ആ പേര് വിളിക്കാനല്ല, സനൽ. ആ പേര് ഒരിക്കലും ചെയ്തില്ല കേട്ടോ. അതെ, തൊപ്പി വെക്കുക. ഈ ഹാറ്റിന്റെ എഡ്ജ് കൊണ്ട് ഓരോ ടൂത്ത് ബ്രഷ് എടുക്കുക. അതിൽ 5 എണ്ണമെങ്കിലും, അതായത് ഇവിടെ ഒരുപാട് 10 ടൂത്ത് ബ്രഷസ് വെച്ചിട്ടുണ്ട്. അതിൽ വെറും 5 എണ്ണം എടുക്കുക, ആ പിങ്ക് ബൗളിലേക്ക് എത്തിക്കണം. ഓക്കെ, ഈ ടാസ്ക് 60 സെക്കൻഡ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന 8000 വാട്ടർ ഹീറ്റർ ആണ്. അപ്പം സാരി ചേച്ചി റെഡി അല്ലേ? ഓടി വന്നു. നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാൻ അതെ, സമ്മാനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് വാട്ടർ ഹീറ്റർ വേണം അല്ലേ? എന്നാ നിങ്ങളിത് കളിച്ചു കളിച്ചിട്ട് അവർ കൊടുത്താൽ മതി. മറ്റേ ഓക്കെ, സറി റെഡി? സനലേട്ടന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഗെയിം കളിക്കുന്നത് സനലേട്ടന് വേണ്ടിയിട്ടാണ്. അവിടെ ഇരിക്കുന്ന ഓൾ ദി ബെസ്റ്റ് സരയു. എല്ലാവരും ചേർന്ന് സരയു ഗോ. എന്റെ അമ്മയ്ക്ക് എന്താന്ന് പറഞ്ഞത്? സ്നേഹം. ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് വളരെ നിന്റെ അമ്മയ്ക്ക് എന്താന്ന് പറഞ്ഞത്?
വിഷമായി പ്രതീക്ഷയില്ല അങ്ങനെ ഒരാളെ. ഞാൻ വെച്ചു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് അങ്ങനെയല്ല. ഭയങ്കര സിമ്പിൾ ഗെയിം ആയത്, ഭയങ്കര ഈസിയാണ്. തൊപ്പി വെക്ക, എന്റെ എഡ്ജും ഉണ്ട്, ഓരോ ബ്രഷും ഇങ്ങനെ ഒരു ഇങ്ങനെ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലാത്ത പോലെയാണ് സരയുടെ പെരുമാറ്റം. അത് ടൂത്ത് ബ്രഷ് ആണ്, നമ്മൾ ഇന്ന് രാവിലെ ഉപയോഗിക്കുന്നതാണ്. ശീലമില്ലേ? ഇങ്ങനെ എടുത്ത് ശീലം. ഇനി മുതൽ നാളെ മുതൽ രാവിലെ ഇങ്ങനെ എടുക്കാം, ബ്രഷൊക്കെ എടുക്കാം, ദൈവമേ. പിങ്ക് ബൗളിലേക്ക് എത്തിക്കാം. ഓക്കെ, 5 എണ്ണമെങ്കിലും അതിലേക്ക് ഇടണം. ദേ ഇരിക്കുന്നു ഗിഫ്റ്റ് വിറ്റാപ്പള്ളിയിലുള്ള 8000 വാട്ടർ ഹീറ്റർ. റെഡി? റെഡി. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Go 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 സരയു. വെരി ഗുഡ് വെരി ഗുഡ്. Come on, come on. ആ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ബ്രഷ് ഒക്കെ സരയു ഇഷ്ടം പോലെ സമയമുണ്ട്. ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ, താടി വെച്ച് ബാലൻസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. മൂക്ക് വെച്ച് മൂക്ക് പതുക്കെ പതുക്കെ ഇട്. പതുക്കെ ഇടണ്ട, ബൗളിൽ വീണം. എക്സലന്റ്. ആവേശം വേണ്ട, ആവേശം വേണ്ട, പതുക്കെ പതുക്കെ. ഓക്കെ, Yes, yes, come on, come on, come on. ആ Okay, ചുണ്ട് ഉപയോഗിച്ചു. മൂക്ക് വെച്ച് ബാലൻസ് ചെയ്തേക്ക് വേണം. കുഴപ്പമില്ല കുഴപ്പമില്ല, അതൊക്കെ കുഴപ്പമില്ല. ട്രിക്സ് ആണ്, അതൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്, ഒരു കുഴപ്പമില്ല. Yes. വെരി ഗുഡ്. ഇനി ആകെ 3 എണ്ണം കൂടി സരയു. Come on, come on. എക്സലന്റ് എക്സലന്റ്. ആ താടി വെളിയിലോട്ട് നിൽക്കുന്ന വലിയ അനുഗ്രഹമാണ് കേട്ടോ ഇതില്. Yes, come on, come on. ഓക്കെ, Yes, yes. Brilliant. ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു ദിവസവും ചെയ്യണ ഇനി പണിയാണ്. last one, last one, last one, last one, ശരിക്കും ബ്രഷ് ഇതിനാണ് ഉപയോഗിക്കുന്നത്. last one. പറഞ്ഞ് നാക്ക് വായിലിട്ടതേ ഉള്ളൂ. Hey. ഇല്ല, പറ്റും. അത് അടുത്തേക്ക് പോക്കോ, അടുത്ത ബ്രഷിലേക്ക്. ടച്ച് ചെയ്യാവോ? ആ, ആ. റിലാക്സ് റിലാക്സ്. സമയമുണ്ട് സമയമുണ്ട്. You have You enough and more can, you time. can, you can. ടച്ച് ചെയ്യാൻ പാടില്ലല്ലോ. ഇല്ല, അത് നേരെ വെച്ചു കൊടുക്കും ശ്രീലക്ഷ്മി. ഞാൻ കണ്ടല്ലേ? നേരെ വെച്ചതോ. ഇത് വായ തുറന്നു. എന്ന് പറഞ്ഞു. ഇതിലേക്ക് ഇത് ചെയ്തു നോക്ക്, ഇത് ചെയ്തു നോക്ക്. ഓക്കേ, Oh my God. ഓ ഗോഡ്. Oh. Very good, സരയു. പതുക്കെ പതുക്കെ. What a heater. Excellent ചെയ്യാം. കലക്കി. വാ 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 വാ. സാധാരണ തോറ്റ് തൊപ്പിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ജയിച്ച് തൊപ്പിയിട്ട് വന്നേക്കാണ്. ആ തൊപ്പി കാണുള്ളൂ. ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, വെരി വെൽ ഡൺ, വെരി വെൽ. ആവർത്തിക്കണ്ട. വെരി വെൽ ഡൺ. എക്സലന്റ് ആയിട്ട് കളിച്ച സരയുവിന് ഒരു കൈയടി കൊടുത്തേ. താങ്ക് യു. ഇനിയെങ്കിലും കളിക്കുമ്പോ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയരുത്. 4 വരെ നാല് വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതാണോ സ്ഥിരം പണി എന്നൊക്കെ ചോദിച്ചാൽ അവളത്തിന് കുഴപ്പിച്ചളഞ്ഞു. ഇനി അടുത്ത റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാൻ പറ്റുന്ന റൗണ്ടാണ്. ആ, അതെ, അതെ. അതാണ് ഏറ്റവും നല്ല റൗണ്ട്, ആക്ഷൻ സോങ് റൗണ്ട്. ആക്ഷൻ സോങ് റൗണ്ട് അതിന്റെ നിയമം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അഭിനയിക്കും, മറ്റേ ആള് സോങ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കുള്ള പാട്ട് ഇവർ തരും, ഇവർക്കുള്ള പാട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അതെ, നിങ്ങൾ ആരാണ് അഭിനയിക്കുന്നത്? സിറിൽ. സിറിൽ I അഭിനയിക്കും. will, I will. Your time starts now. ചുണ്ടനക്കം പാടില്ല, വാ ഇനി തുറക്കരുത് കേട്ടോ. Your time starts now. Go. ഓക്കെ, മലയാളം പാട്ടല്ലേ? പുതിയ പാട്ടാണോ? ഇല്ല, മൂളലില്ല, മൂളലില്ല. ഉള്ളില്ല. നായകനാര്? നായകൻ ഇത് ദിലീപ്, ജയസൂര്യ, ഒന്നുമില്ലേ? പറ. പഴയ പാട്ടാണോ? പുതിയ പാട്ടാന്ന് പറഞ്ഞു. പഴയ പാട്ടാണോ? പുതിയ ഒരു പഴയ പാട്ടാണോ? മനസ്സിലായില്ലേ? ആദ്യത്തെ അക്ഷരം. വേഗം പറ, വേഗം പറ, സമയം പോകും. ആദ്യത്തെ അക്ഷരം. അക്ഷരം അക്ഷരങ്ങൾ പറയും. അക്ഷരമൊക്കെ പറയുമ്പോൾ അക്ഷരമൊന്നും പറയാൻ വേണ്ട, അഭിനയിക്കണം. ആക്ഷൻ. അക്ഷരം എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചാൽ മതിയല്ലോ. ഹൃദയം, ഹൃദയം, പ്രണയം, വീട്, വീട്, ശരിക്കും സ്വഭാവം ഇങ്ങനെയാണ്. ആക്കണമെന്നുള്ളേ ഇത് മുഴുവൻ. വീട്, ആ, ഓടിട്ട വീട്, ഓടിയ വീടാ, ഓടിട്ട വീട്. ഓടി വീട്ടിൽ. അയ്യേ, വീട്ടിന് നല്ല ഫിഗർ ആണെന്ന്. ഓടിയോ? ഇതിനെ തെറ്റിക്കരുത്. ഓ
ഡിസ്ക്വാളിഫൈ ചെയ്യട്ടാ? ഇല്ല ചെയ്യരുത് ഇല്ല വീട് വീട് ആ. ആ വീട് ഉറങ്ങി പറഞ്ഞ ഇട്ടിയാണ്. വീട്ടിൽ ഉറങ്ങി ഏ? ആ നമ്മളെല്ലാരും കാട്ടിലാണല്ലോ ഉറങ്ങാറ് അല്ലെങ്കിൽ. വീട്ടിൽ ഉറങ്ങി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പറയൂ പറയൂ പറയൂ. മൂക്ക് ആണ്. മണം ഉറങ്ങിയപ്പോൾ ഉള്ള മണം. വേഗം ഓടി ഓടി വന്ന് കിടന്ന് ഉറങ്ങി. ഇയാൾക്ക് ഇതെന്ത് പറ്റി? ഓടി വീട്ടിൽ ഓടി. മമ്മൂട്ടി ടോയ്ലറ്റിൽ പോണോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാം. Actions കാണിക്കൂ. ഏ, അതെന്തോന്ന് ആക്ഷൻ? ഇത് ഫൗളാണ്. വാ തുറക്കാൻ പാടില്ല. വീട് ഉറങ്ങി. ആ. അച്ഛൻ ഉറങ്ങാത്ത വീടാണോ? അല്ല, അമ്മയാണ്. പാവം വയ്യാട്ടോ. നീ ഉറങ്ങിയോ നിലാവേ മഴ Correct. നിലാവേ. തെറ്റായ പാട്ട്. വീടും ഉറക്കവും വേറെ ഒന്നും മനസ്സിലായിട്ട് അടുത്ത വാക്ക് പറയൂ. അതുണ്ടല്ലോ. സമയം ഏതാണ്ട് തീരാറായിട്ടുണ്ട്. സുധീപേട്ടാ, സുധീപേട്ടാ ഒന്ന് പറ. ദക്ഷിണ നിന്നുറങ്ങിയോ? നിന്നുറങ്ങി ആലോചിക്കുന്നു. ഉറക്കം. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുണ്ടല്ലോ വീട്. ഭയങ്കര എളുപ്പം കാണിക്കാം, പക്ഷെ പാവം സാറിന് അത് കാണിക്കാൻ പറ്റില്ല. ഞാൻ പോയാ മതിയായിരുന്നു. അതൊരിക്കലും കാണിക്കുന്നത്. ഞാൻ പോയാ മതിയായിരുന്നു. അടുത്ത വാക്ക് ഒരു രണ്ട് വാക്കുള്ളോ? അടുത്ത ലൈൻ പറ. പറയേ അതല്ലേ പരാജയപ്പെട്ടു. രാരി, രാരി, രാരി. ആയുധം വെച്ച് കീഴടങ്ങി. ആയുധം വെച്ച് പക്ഷെ പാട്ടിട്ട് അഭിനയിച്ച് കാണിക്കണം. അതിന്റെ കൂടെ അഭിനയിച്ച് കാണിച്ചാൽ വീട് ഉറങ്ങി. ഓക്കെ, അപ്പം മനസ്സിലാവും. ഈ നമ്മുടെ അജി കാണിക്കാൻ ശ്രമിച്ചത് ഭയങ്കര കറക്റ്റ് ആയിട്ടാണ്. പക്ഷേ ആ പാട്ടിന്റെ വരി ഇട്ടുതരാം, അപ്പൊ അഭിനയിച്ച് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ അല്ല ആ കളിവീട് ഇറങ്ങിയല്ലോ ഒന്ന് കാണിക്കോ. കളിവീട് ഉറങ്ങിയല്ലോ. കളിവീടിനാണ് ഇങ്ങനെ കാണിച്ചത്. ഓടി കളിക്കാണ് ഇങ്ങനെ കാണിച്ചത്. അത് ഓരോ ഒരു കളിയാണല്ലോ. പിന്നെ എങ്ങനെയാണ് കളി കാണിക്കുക പറയും. എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കുട്ടി കുട്ടി കളിച്ചു ഒന്ന് കാണിച്ചൂടെ? കുഞ്ഞി കുട്ടി ഇരുന്നു കളിപ്പാട്ടം വെച്ച് കളിച്ചു. പോയില്ലേ, എല്ലാം പോയില്ലേ? എല്ലാം പോയി, കൈവിട്ട് പോയി. ചെല്ല് ചെല്ല്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, 60 സെക്കൻഡ്. ടെൻഷൻ അടിക്കണ്ട. അടുത്ത പണി അവർക്ക് കൊടുക്കാൻ നമുക്ക് ഇതേപോലെ അഭിനയിക്കാമല്ലോ അവർ രണ്ടുപേരും. പക്ഷേ Don't worry. നമ്മുടെ തോറ്റ കുഞ്ഞാടുകൾക്ക് ഒരു നല്ല കൈഡി കൊടുത്ത എല്ലാവരും. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, 60 സെക്കൻഡ് സമയം നിങ്ങൾ നേടിയിരിക്കുകയാണ് നിലവറയ്ക്കുള്ളിൽ. അടുത്ത ഗെയിം നിങ്ങൾക്കാണ്. ശ്രീലക്ഷ്മി, ഗെയിം. ഇപ്രാവശ്യം എന്തായാലും ആരാണ് ഗെയിം കളിക്കാൻ വരാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാം എന്താണ് ഗെയിം എന്നുള്ളത്. ഗെയിം അറിഞ്ഞിട്ട് ഞങ്ങൾ ഗെയിം അറിഞ്ഞിട്ട് ആള് വരുന്നു അങ്ങനെയാണ്. അയ്യോ അത് ശരി, നിങ്ങൾ തീരുമാനത്തിലെത്തും. ഞാൻ പോട്ടാ. ഓക്കെ, എന്താണ് ആരാണ്? ഓ ഗെയിം എന്താന്ന് പറയണമല്ലേ? അല്ലാതെ പറ്റില്ല. അപ്പൊ ഗെയിം എന്താന്ന് പറയാം. പക്ഷെ എത്ര എണ്ണം ആ ബൗളിലേക്ക് കൊണ്ടിടണം എന്നുള്ളത് നമുക്ക് ആരാണ് വരുന്നത് നോക്കിട്ട് പറയാം. അതായത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് സംവരണം ഉണ്ടോ? അതാണ് അറിയേണ്ടത്. അതാണോ? ആഗ്രഹമില്ല. ഗെയിം ഇത്രേ ഉള്ളൂ. അല്ല, സ്കൂളില് നിങ്ങൾ അങ്ങനെ സമ്മതിക്കാന്നുണ്ടെങ്കിൽ സംവരണം ഓക്കെയാണ്. പെണ്ണുങ്ങൾക്ക് അത്രയും പറ്റില്ല എന്നുള്ളത്. ഞാനൊന്ന് ഗെയിം പറഞ്ഞോട്ടെ. സ്പൂണില് ബോള് വെക്കുക. ബോൾ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് വാല് കടിച്ചു പിടിച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ ഈ റിങ് ഉണ്ടല്ലോ, ഈ റിങ്ങിന്റെ ഉള്ളിൽ കൂടി, അതായത് ഈ സ്പൂണിൽ ബോൾ വെച്ചിട്ട് വരേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടിലഴിഞ്ഞ് വേണം വരാൻ. എന്നിട്ട് ഈ റിങ്ങിൽ കൂടി ക്രോസ് ചെയ്തിട്ട് ഈ ബൗളിലേക്ക് കൊണ്ടിടുക. ഓക്കെ, ഈ ടാസ്ക് 60 സെക്കൻഡ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന 8600 വാഷിംഗ് മെഷീനാണ്. ആരാണ് പോണത്? ആര് പോയാലും ഒരു ആ മറ്റേ കൂടി പറഞ്ഞാൽ പറയാം. ഏതാണ് നമ്പറോ? എത്ര നമ്പർ? എന്തൊക്കെ പറഞ്ഞാലും 5 കൂടുതൽ പോകില്ലെന്നുള്ളത് ഞാൻ ഉറപ്പ്. അത് ഉറപ്പാണ്. 5 പ്രാവശ്യം മുട്ടുകാരൻ അറിയണം. അതിനേക്കാളും നമുക്ക് വേണ്ടാന്ന് 3 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 3 മൂന്നെണ്ണാണോ പോണത്? Come on. Come on, everybody. മൂന്നെണ്ണ ഇവിടെ തട്ടി വീഴാൻ പോകണം. അവിടെ മിക്കവാറും വീടുള്ള ഉറപ്പായില്ലേ? ഓൾ ദ ബെസ്റ്റ് മൂന്നെണ്ണ. പോയി ചെന്ന് ജയിച്ചേ വരാവുള്ളൂ. എവരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അധികം അവിടുന്ന് പറയാതിരിക്കാൻ ഞാൻ നല്ലതാണെന്നേ പറയില്ല. ഗോ വിൻ ആൻഡ് കം. എല്ലാവരും ജയിച്ചു വാ. അപ്പൊ 3 ചെയ്യാൻ റെഡി ആയിട്ടാണ് മൂന്നേട്ടൻ വന്നേക്കുന്നത്. ഒന്നെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരെണ്ണം മതി, ഒരെണ്ണേ ഉള്ളൂ. മിഥുൻ ചേട്ടൻ വെറുതെ പറഞ്ഞു ഇങ്ങനെ 3 ഒക്കെ. ഓക്കെ, മിഥുനെ ദൈവത്തെ ഓർത്ത് പറഞ്ഞ് ഇല്ല, സഹായം. ഇല്ല, ഇല്ല. നല്ലതാണെന്നേ ഞാൻ എടുത്തതിന് പറയില്ല. കടിച്ചു പിടിക്കണ്ടു. ഇതെടുത്ത് ബോൾ വെച്ച് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ബോൾ എടുത്ത് വെക്കാം. ഓക്കെ,
മോന്തേട്ടാ അത് കറക്റ്റ് ഫിക്സ് ചെയ്യണേ. പിന്നെ നമുക്ക് ആ, ഇഷ്ടംപോലെ side സമയമുണ്ട്. അത് എപ്പോഴും ഇല്ല, correct. സൈഡ് ആണെങ്കിൽ Side ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഈസി ആണ് ബാലൻസ് ചെയ്യാൻ. മോന്തേട്ടാ സൈഡിൽ വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. Okay. ഇതിപ്പോ ജോസ് പ്രകാശ് പൈപ്പ് അടിച്ചു പിടിച്ചോളൂ. മിണ്ടാണ്ട് നിൽക്കുവോ? ഓക്കെ അപ്പം ടൈം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗോ ഗോ ഗോ. എല്ലാരും ചേർന്ന് കൈ അടിച്ചു കൊടുത്തേ. കൈ കുത്തിക്കോളും. മൂന്നായിട്ട് അത് ബാലൻസ് ഉണ്ടെങ്കിൽ കൈ കുത്തിക്കോളും. ഓക്കെ ആ ഇതായിരിക്കും കുറച്ചുകൂടി മൂന്നിട നോക്കിയോ, പാട്ടും പാടി അത് വഴി പോകും. അല്ല ഈരം നിരാവിൽ ഇത്ര റഫ് ആയിട്ടുള്ള ഒരാളാണ്. ശ്രീലക്ഷ്മി മിഠായി മേടിച്ചു തരാം. ഒന്നും മിണ്ടാണ്ട് നിൽക്കൂ. അയ്യോ ആ ഓക്കെ അത് മിണ്ടുന്നില്ല. മോന്തേട്ടാ നേരെ ഇവിടെ നിവർന്ന് കിടന്നോ. അതാണ് safe. ഓക്കെ ഇനി കിടന്നിട്ട് ഒരു കൈ ഓക്കെ മുന്നിലേക്ക് വെക്കുക. കിടന്നിട്ട് തല നേരെ പതുക്കെ കിടക്കും. അതാണ് safe. പതുക്കെ. ഓക്കെ പതുക്കെ. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ മേജർ റബിയ മനസ്സിൽ ധ്യാനിക്ക്. അടുത്ത കൈ ഓക്കെ അതുപോലെ തന്നെ നെഞ്ചിൽ എഴയുന്നത് ലെഗ് പോലെ എടുക്കുമ്പോഴും ആദ്യം ഒരെണ്ണം പുറത്ത് വെരി ഗുഡ്. ഒരെണ്ണം അവിടെ നിന്ന് രണ്ട് പുഷപ്പും കൂടി എടുത്തിട്ട് വേട്ടാ. ആദ്യം ഒരു കാല് മാത്രം പുറത്തേക്ക് വെക്കുക. അതെ നമ്മൾ രണ്ട് കാലം രണ്ട് മോന്തേട്ടാ വെള്ളത്തിൽ കുറച്ചുകൂടെ ശീലമുള്ള ഫ്രണ്ടിലേക്ക് ആയോ? പതുക്കെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആയോ? ചേട്ടാ വലത് കാലം വെച്ചിട്ട് തീർന്നേ. ആ ആദ്യത്തെ കൂടെ കയറുമ്പോ ഓക്കെ ഗുഡ് ഗുഡ്. ചേട്ടാ എണീക്കണ്ട, എണീക്കാൻ എന്റെ ശ്രീലക്ഷ്മി പറയാം എണീക്കരുത്. എണീറ്റ് അത് വീടും താഴെ. ബാലൻസ് ചെയ്ത് മാത്രം സൂക്ഷിച്ച്, എണീക്കുക. ബാലൻസ് ചെയ്ത് സൂക്ഷിച്ച്. മാത്രം എണീക്കുക. ബാലൻസ് ചെയ്ത് എണീക്കുക. സൂക്ഷിച്ച്. ഓക്കെ ഇനി ആദ്യം ആ മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കൂ. ഓക്കെ വാഷിംഗ് മെഷീൻ. ചേട്ടാ സ്പൂൺ കൊടുത്താലേ, സ്പൂൺ കൊടുത്താലേ അത് നമുക്ക് വേണ്ട. ഓക്കെ പുറത്തേക്ക് ഇറക്കണ്ട. വെരി ഗുഡ്. കലക്കി. അറിഞ്ഞില്ല. അറിഞ്ഞില്ല ഇങ്ങനെ എഴുതാൻ കഴിവുള്ള കുട്ടികളെന്ന് അറിഞ്ഞില്ല. നിങ്ങൾക്ക് റിഹേഴ്സൽ ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഞാനിത് അറിഞ്ഞില്ല. ഓ അവസാനം എഴുന്നേൽപ്പ് ഞാൻ വിചാരിച്ചു അതെ അതെ അത് വീണു എന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത് വിചാരിച്ചില്ല. ശരിക്കും ജോസ് പ്രകാശിന്റെ പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. ജോസ് പ്രകാശിന്റെ പൈപ്പ് ജോസ് പ്രകാശൊക്കെ എങ്ങനെ പൈപ്പ് കടിച്ചു പിടിച്ച് നിൽക്ക് നടക്കുന്നു എന്നാണ് ആലോചിക്കുന്നത്. കംപ്ലീറ്റ് പൈതപ്പയായിരുന്നു, കംപ്ലീറ്റ് കാണുമ്പോഴൊക്കെ മുഴുവൻ. എനിവേ എല്ലാരും ചേർന്ന് കമോൺ. എക്സലന്റ് വർക്ക്. Now തിരിച്ചു കൊടുക്കണ്ടേ? മണി പിന്നെ 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 നിങ്ങളുടെ പാട്ട് ഡിസൈഡ് അതെ അതെ ഓക്കെ. ഇല്ല, സരി. ആരാ അഭിനയിക്കുന്നത്, ആരാ കണ്ടുപിടിക്കുന്നത്? സരി അഭിനയിക്കും. സരി പ്ലീസ് കം ഹിയർ. Your time starts now. Go. പുതിയ പാട്ടാണോ പഴയ പാട്ടാ? ഒരുപാട് പഴയ പാട്ടാ. ഒരുപാട് പഴയതാണ്. ഒരുപാട് പഴയ പാട്ട്. തിരമാല, കാറ്റ്. അഞ്ജന കണ്ണെഴുതി. ആദ്യത്തെ വാക്കാണ് അത്, കാറ്റ്. കാറ്റെ പോവാതെ, കാറ്റ് മുയല്. കാറ്റെ നീ വീശാതെ, കാറ്റെ നീ വാ. വീശാതെ വരുവുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. പതുങ്ങി പതുങ്ങി ഒളിച്ചു വെച്ച് കാറ്റെ. കാറ്റ് മുയലാണെന്ന് സരിയുണ്ട്. കാറ്റ് രണ്ടാമത്തെ വാക്കാണ് ഈ ഒളിച്ചു. അല്ല കള്ളന്. കാറ്റെ നീ മൂന്നാമത്തെ വാക്ക്. കാറ്റ് ഞാനാ. കള്ളൻ. കാറ്റ് ഞാനാണല്ലോ. അതില്ല. കാറ്റ് മിഥുനാണെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര distraction. ഇത് പറ്റില്ല എന്തെങ്കിലും. കാറ്റ് മിഥുനാണെന്നാണോ പറഞ്ഞത്? മിഥു സംസാരിക്കണ്ട. കേട്ടല്ലോ. കാറ്റ് വന്നാലും കാറ്റെ നീ വരൂ. നീ വരൂ. കാറ്റാടി നീ അയ്യേ ഇതെന്താ? സമയം 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 സമയം. ഓ കംപ്ലീറ്റ് ഡാൻസിന്റെ മൂവ്സ് ആണല്ലേ ഇതെല്ലാം. മിഥുൻ സമയം നോക്കണം. സമയം സമയം ഏതാണ് തീരാറായിരിക്കുന്നത്? പൂവിന് ഉമ്മ എടുത്തു. ഇതാണ് നേരത്തെ എന്നെ കാണിച്ചത്, എനിക്ക് മനസ്സിലായി. എന്ത് ഇങ്ങനെ എന്തോ കാണിച്ചിട്ടായിരുന്നു. അല്ല കാറ്റ് വീശുന്ന കാര്യം പറഞ്ഞു നമ്മള്. ചേട്ടാ വീശാണ് ഇത് കാണിക്കുന്നത്, നമ്മള് വേറെ മാർഗ്ഗമില്ല. കാറ്റെ വീശാതെ മിഥുൻ സമയം. കൊടിയായിരിക്കും. മിഥുൻ സമയം. കൊടി കൊടി ൂണൂല്. ഇല്ല അത് പറയാൻ ഏതാണ്ട് എത്തി. എന്നും എത്തിയില്ല. എത്തിയില്ല. എങ്ങും എത്തിയിട്ടില്ല. എങ്ങും എത്തിയിട്ടില്ല.
അയ്യേ എന്തോ സാധനം അവിടെ നിന്ന് അടിച്ചു മാറ്റി തോന്നുന്നു. എന്ത് ഞാൻ ആരാണെന്ന് വിതുര ആരാണത്? Correct. കള്ള കാറ്റ് ഇതിനെങ്ങനെ കാറ്റ് വീശാതെ കള്ള കാറ്റേ വീശാതെ കള്ളം. സമയം കാറ്റേ വീശാതെ കള്ളം. കഴിഞ്ഞില്ലേ? Your time. കള്ളക്കാറ്റേ 10, വീശാതെ. കള്ളക്കാറ്റ് 9, 8, 7. രക്ഷയില്ല. ഓക്കെ, പാട്ടിട്ട് തരാം. ഗംഭീരമായിട്ട് അഭിനയിച്ചു. സന്തോഷമായി. പാട്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ മൂന്നെണ്ണം അറിയാം, അത് മനസ്സിൽ വന്നില്ല. അത്രേ ഉള്ളൂ. സരീവ് ഗംഭീരമായിട്ട് പറഞ്ഞാൽ ഇതിലുമേതന്നെ ഒന്നും കാണിക്കാൻ പറ്റില്ല. എനിക്കത് നമുക്ക് പാട്ട് അറിയാത്തതാണ്. കാരണം എല്ലാ വാക്കുകളും മൂന്നെണ്ണം പറയുകയും ചെയ്തു. പഴയ സമയത്തോണ്ട് മൂന്നേട്ടന് എല്ലാ വാക്കും ഇതാണ് പറയുകയും ചെയ്യും. അല്ല ഒരു സെക്കൻഡ് പഴയ പാട്ടായതുകൊണ്ട് മൂന്നെണ്ണം അറിയാം. അത് നമ്മളെ അങ്ങനെ അതാ ശരി. അത്രയും പറയുന്നില്ല മൂന്നെണ്ണം. കേട്ടല്ലോ. ഒരു പണി കൊടുക്കാലോ. കാറ്റു വന്നു കാറ്റു വന്നു കള്ളനെ പോലെ കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ കാറ്റു വന്നു. അസേടാണ്. ഇതാണ് അഭിനയം കേട്ടോ. അല്ല ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുന്നല്ലേ നേരത്തെ. എനിക്ക് ഡാൻസ് അറിയാം, നമുക്ക് അറിയാലോ. പണിയില്ലല്ലേ? ഗംഭീരമായിട്ട് കാണിച്ചു. പക്ഷേ ഓർമ്മ ഉണ്ടായില്ല. ആ പാട്ട് മനസ്സിൽ വന്നില്ല. അല്ലെങ്കിൽ കാരണം എനിക്ക് ഇത്രയും വാക്കുകൾ കിട്ടിയാൽ ഉറപ്പായിട്ടും പറയാം. കാറ്റും കളറും ഒക്കെ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 60 സെക്കൻഡ് സമയം എവർക്ക്. ഓക്കെ, 60 seconds of time in the dome. ശ്രീലക്ഷ്മി ഗെയിം. ഇപ്രാവശ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഷോയുടെ സിഗ്നേച്ചർ ഗെയിം നോ സ്റ്റാറ്റിക്സ്. അറിയാലോ മിഥുൻ ചേട്ടന്റെ ഫേവറേറ്റ് അല്ലേ? ഇതിൽ ആര് പോകുന്നുള്ളത് മാത്രം ഞാൻ അതെ. ഗെയിം എന്താന്ന് വെച്ചാല് നോക്കും. ഇവിടെ ഒരു പ്ലേറ്റിൽ മൊത്തം മൈദമാവുണ്ട്. മൈദമാവ് മൂക്കിൽ തേക്കുക, പിന്നെ കൈകൾ രണ്ടും പുറകിലേക്ക് കെട്ടുക. ഇതിന്ന് വെറും എത്ര എണ്ണം കൊടുക്കണം മിഥുൻ ചേട്ടാ? 3 എണ്ണം. ഇവിടെ വരട്ടെ, ഇവിടെ വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ ആരാണ് പറഞ്ഞ ലെവൽ വെച്ചാണോ പ്ലാൻ ചെയ്യണം? അതായത് ഓടി എത്തിക്കഴിഞ്ഞാൽ കുറച്ചേ തരുള്ളൂ. ഇവിടെ മൈദ മുക്കുമ്പോ പറ്റാമോ? കുറച്ച് എത്ര മുഖത്ത് മുഴുവൻ വരട്ടെ. ഈ ഒരു പ്ലേറ്റിലുള്ള ഫുൾ മൈദയും നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ഫുൾ വേണമെങ്കിൽ സേഫ്റ്റി. പിന്നെ തൊടാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടില് ചപ്പാത്തി ഗോതമ്പാവ് വെച്ചാണ് ഉണ്ടാക്കണേ. മിഥുൻ ചേട്ടന്റെ ചപ്പാത്തി മൈദ ആണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഏത് കടയിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞുതരോ? ആ ഗോതമ്പ് മാവിൽ മാത്രം ഉണ്ടാക്കുന്ന ചപ്പാത്തി എന്റെ വീട്ടില്. ഞാൻ എന്റെ വീട്ടിലായിരുന്നു പറഞ്ഞത്. അമ്മയുടെ ചോദിച്ചു നോക്കാം, അമ്മ വരെ മൈദ മിക്സ് ചെയ്താ ഉണ്ടാക്കുന്നത്. ഇല്ല. അപ്പൊ അവരിൽ ആരാണ് വരുന്നേന്ന് സിറിലെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ അമ്മയടുത്ത്. സിറിലെ കൊണ്ട് പറയിച്ചാൽ അമ്മ എന്ത് സമ്മതിക്കും? ഓക്കെ, അപ്പൊ ആരാന്ന് വെച്ചാൽ വന്നോളൂ. ഇവിടെ വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എത്ര എണ്ണം അങ്ങോട്ട് പോകണം. ഓൾ ദി ബെസ്റ്റ്. ഒളിച്ചിട്ട് വാ. ഇറങ്ങും, തട്ടേന്ന് ഇറങ്ങും. ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞു പോയി ജയിച്ചേ വരാവുള്ളൂ. പറഞ്ഞല്ലോ, സ്പീഡ് അനുസരിച്ചാണ് അവർ തീരുമാനിക്കുന്നത്. സോ ഗോ ഫാസ്റ്റ്, ഗോ. അപ്പം എങ്ങനെയാന്ന് വെച്ചാല് കൈ പുറകില് കെട്ടുക, മൂക്കില് മൈദ ആക്കുക. ഇതിന്ന് 5 എണ്ണം, 3 എണ്ണം അല്ല 5 എണ്ണം. 5 എണ്ണം കൊണ്ടെത്തിക്കാം. 5 എണ്ണം അവിടെ എത്തിച്ചാൽ കിട്ടാൻ പോകുന്ന പിട്ടാപ്പള്ളി ലേജീസ് 11,000 റെഫ്രിജറേറ്റർ ആണ്. വലിയ ഗിഫ്റ്റ് ആണ്. ഓക്കെ, റെഡി? ഓക്കെ, റെഡി. Okay, so your time, I'll be holding it, don't worry. So your time starts now. Okay, Bertie. ആയിട്ടില്ല. മൂക്കിന്റെ ഷേപ്പ് പറഞ്ഞേ. ഓക്കെ. ഫേസ് പൊക്കി പിടിച്ചോ. ഓ, ഓക്കെ. ഓക്കെ, ഇനി 4 എണ്ണം. അടുത്ത സെറ്റ് മൈദ കുഴച്ചോട്ടോ. തീരാറായി. മൈദയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, പഠിച്ചു. ഇപ്പൊ ഗെയിം പഠിച്ചു. വീഴുന്നില്ല. മൈദ ഉണ്ട്. നമ്മുടെ എതിർ ഗ്രൂപ്പുകാർ നമ്മളെ കളിയാക്കുന്നുണ്ട് കേട്ടോ, പേടിക്കണ്ട. ഓക്കെ,
അല്ലേ നന്നായിട്ട് കളിക്കുന്നുണ്ട്. 4. ഈ മിഥുൻ എന്തെങ്കിലും ഇനി പറയും ലാസ്റ്റ് വൺ, ഇനി ലാസ്റ്റ് വൺ. ജയിച്ചു Last വരുന്നത് ഒന്നും മിഥുൻ തെറ്റിക്കും നമ്മളെ. Perfect. കമാൺ കമാൺ അതന്നെ യെസ് 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 യെസ്. വീഴുന്നില്ല. അതും കൂടെ dance-ഉം കൂടെ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇനി സ്പീഡായി ഓടിക്കോട്ടോ. Bridge ആണ്. വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യ് പാർവതി. യെസ് മതി 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 മതി. ഓക്കെ. Very good. Excellent game. ഈ Excellent game. പൈത വെച്ച് എല്ലാവരും അത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പോകുള്ളൂ. പൊളിച്ച് 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 പൊളിച്ച്. എല്ലാവരുടെയും മുഖത്ത് ഉറച്ചിട്ട് വന്നാൽ മതി. മുത്താളല്ലേ? ഗംഭീരമായിട്ട് കളിച്ചു. Excellent. Excellent. ഏതായാലും പോക്കുവേലി ഇറന്നിലാവും തമ്മിലുള്ള മത്സരം വീണ്ടും തുടരുന്നു. നമുക്ക് റൗണ്ട് 4 ഒരു വിഷ്വൽ ആണ് കാണിക്കാൻ പോകുന്നത്. ടേക്ക് എ ലുക്ക് അറ്റ് ദ വിഷ്വൽ. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ബസ്സർ ചാടി കയറി അമർന്നില്ല. അമർത്തിക്കോളൂ. ഓക്കെ, ടേക്ക് എ ലുക്ക് അറ്റ് ദ വിഷ്വൽ. മോനെ കത്തി താഴെയിടറാ. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിടറാ. കണ്ടല്ലോ അല്ലേ, സാധനം കണ്ടല്ലോ, കൃത്യമായിട്ട് കണ്ടല്ലോ. ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് കത്തി താഴെ ഇടറാ. എന്തിനാ അമർത്തിയേ? പോയി. ഡയലോഗ് ഏതാ ഏറ്റവും ഡയലോഗ് ഏതാണെന്ന് അതല്ലല്ലോ ചോദ്യം. Complete ആയിട്ടില്ല. പോയി കൊല്ലും ഞാൻ. ഇനി ഏറ്റവും വലിയ കോമഡി അവസാന ആൻസർ നമുക്ക് അറിയില്ല. അപ്പൊ പാസ് വരുമോ? ഇനിയിപ്പോ എന്തായാലും ആ തമാശ പോയി. എത്ര തവണ കത്തി താഴെ ഇടറാന്ന് പറയേണ്ടതായിരുന്നു എന്റെ ചോദ്യം. എത്ര തവണ പറയണ്ട്? 3. 3 തവണ അല്ലേ? അതൽക്കാതെ അവിടെ നിന്നോട്ടെ, അതല്ല ചോദ്യം. ഓക്കെ, നൗ ഇനിയിപ്പോ നിങ്ങളുടെ ചാൻസ് ആണ്. സത്യം പറഞ്ഞ ഈ ചാൻസ് കൊണ്ട് കളഞ്ഞതാണ്. അതിന് മുമ്പ് ബസർ അമർത്തിയിട്ട്. ഓക്കെ, സോറി. ഇത്രേ ഉള്ളൂ സംഭവം. ഈ ചിത്രം ഒരുപക്ഷെ ലാലേട്ടന് നാഷണൽ അവാർഡ് വരെ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ആ വർഷം വേറെ സിനിമകൾ ഉണ്ടായിരുന്നത് കൊണ്ട് കിട്ടാതെ വന്നുപോയ സിനിമയാണ് കിരീടം. കിരീടം കത്തി താഴെടറ എന്ന ഈ ഡയലോഗ് എഴുതിയത് ആര്? അയ്യോ, ഞാൻ പറഞ്ഞോട്ടെ. അതായത് കിരീടം എന്ന് പറയുന്ന ചിത്രത്തിലെ ഈ സംഭാഷണം എഴുതിയത് ആര് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലേ? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ആദ്യത്തെ ചാൻസ്. അവർ നിങ്ങൾ തെറ്റിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് ഉത്തരം അറിയാമെങ്കിലും ടെൻഷനാണ്. ഇത്രയും പേരുകളൊക്കെ തെറ്റിച്ച് പറഞ്ഞാൽ പോകൂ. പിന്നെ അയ്യോ, ഇതൊന്നും തെറ്റാനും പാടില്ല. ഉറപ്പല്ലേ? തെറ്റിക്കൂ. ഇല്ല ഇല്ല അത് വെറുതെ അല്ല മനുഷ്യനെ തെറ്റിക്കുന്നു. കത്തി താഴെയിടറാ. ആ, അതെ. തെറ്റിക്ക്. കത്തി താഴെ ഇട്. ആ കൂട്ടുകെട്ടില്ലേ അതുകൊണ്ട് ബസറിട്ട് കൈയെടുക്കാൻ. കത്തി താഴെ ഇട്. ലോഹിദാസ്. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കിരീടം. അതെ. കിരീടം എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംഭാഷണം തിരക്കഥ രചിച്ചത് ലോഹിതദാസ് ആണ്. കത്തി താഴെയിടറ എന്ന് പറയുന്ന ഈ സംഭാഷണ ശകലം ആരെഴുതിയത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സംഭാഷണം വേറെ ആരോ ആണോ? അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം അങ്ങനെ ചോദിക്കണം. സംഭാഷണം എഴുതിയതായിരുന്നു. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരുന്നു. എഴുതിയതാര് നമ്മൾ ചോദിച്ചു. ക്വസ്റ്റ്യൻ കറക്റ്റ്. ആരായിരുന്നു സംഭാഷണം എഴുതിയത് എന്നുള്ളത് തന്നെ. ലോഹിദാസ് സാർ അല്ലെങ്കിൽ പിന്നെ അല്ല ലോഹിദാസ് സാർ തന്നെ. കിരീടം തമിഴ് ചെയ്തിരുന്നു. അല്ല അപ്പൊ ആ സമയത്ത് നിങ്ങൾ മലയാളത്തിൽ മലയാളത്തിലേക്ക് വരൂ. പക്ഷേ തമിഴ് ചെയ്യുമ്പോ ഈ കത്തി താഴെയിടറ എന്ന ഡയലോഗ് തമിഴിലാണ് എങ്ങനെ പറയും? തമിഴ് അറിയില്ല. എന്നാലും ഒരു ഐഡിയ ഇല്ല. കത്തി കീഴെ പോട്. കീഴെ പോടാ. കത്തി കീഴ് പോടറാ. കത്തിക്ക്. കത്തി എന്നല്ല പറയുന്നതല്ലോ. നിന്റെ അച്ഛനാടാ പറയുന്നതിനപ്പോ എന്ത് പറയും? உங்க தந்தை சொல்றேனா? ഉങ്ക അപ്പ சொல்றா. വളരെ തിരക്കഥ രചിച്ചത് ലോഹിതദാസ് സാർ, സംഭാഷണം എഴുതിയത് പക്ഷേ അതെ ലോഹിതദാസ് സാർ തന്നെ. റൈറ്റ് ആൻസർ. അവരെ കൂട്ടുകെട്ടിലെ ഏറ്റവും മികച്ച സിനിമ. തീർച്ചയായും കൃത്യമായ ഉത്തരം പറഞ്ഞതിന്റെ പേരിൽ 60 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് നിലവറയിൽ കിട്ടാൻ പോകുന്നത്. ശ്രീലക്ഷ്മി, ഗെയിം ടൈം. ഇപ്രാവശ്യത്തെ ഗെയിം എന്താന്ന് വെച്ചാൽ ബോൾ ബാലൻസിങ്. ഇത്രയേ ഉള്ളൂ. ഈ ബൗളിൽ ഒരുപാട് ചെറിയ ചെറിയ പന്തുകളുണ്ട്. അത് നെറ്റിയിൽ ഫോർഹെഡിൽ ബാലൻസ് ചെയ്യുക.
വെച്ചതിന് ശേഷം പിന്നെ കൈകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഇവിടെ ഈ നിലവറയിൽ 5 സ്ഥലങ്ങളിലായിട്ട് 5 ബൗളുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ബൗളിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രം ഒരു കൈ കൊണ്ട് ഒരു ബൗൾ എടുക്കുക, ആ ബൗളിലേക്ക് ഇടുക. നമ്മുടെ സാധാരണ ജനങ്ങളൊക്കെ വരുമ്പോൾ ശ്രീലക്ഷ്മി ചെയ്യണം എന്താണെന്നറിയോ? ഈ ബോൾ മാറ്റി വെക്കൽ, അവരെ വഴിതെറ്റിച്ചു വിടൽ, അങ്ങനെ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ക്രൂര വനിതയാണ് നിൽക്കുന്നത്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, മൂന്നേട്ടം കണ്ട് പേടിച്ചിട്ടാണോ അറിഞ്ഞൂടാ, ആ ക്യാരക്ടർ എത്രയും മുരണ്ടനായതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ട് അവിടെ. എന്താണെന്ന് അവിടെ ഞാൻ ഇതൊന്നും മാറ്റുന്നില്ല, അത് അതേ സ്ഥലങ്ങളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡി ആണെങ്കിൽ ഓടി വന്നു. പിട്ടാപ്പള്ളി ലേഡീസ് നൽകുന്ന 15,000 ടവർ സ്പീക്കേഴ്സ് ആണ് ഗിഫ്റ്റ്. നിങ്ങൾക്ക് ശ്രുതിയെ കിട്ടില്ല മനുഷ്യ. ജയിച്ചു വാ. Okay, വരട്ടെ. ജയിച്ചിട്ട് വരി. പിടിച്ചോളൂ. Okay. പാർവതി ഇതൊരു ടീം സ്പിരിറ്റിൽ എടുക്ക്. ഒരു തോറ്റു വരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. നമ്മുടെ തലയ്ക്ക് നല്ല വലിപ്പമുള്ളല്ലേ? അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ? All the best. Go. ഗെയിം മനസ്സിലായല്ലോ. 5 ബൗൾ, 1 2 3 4 5. ഓക്കെ, ഈ 5 ബൗളുകളായിട്ട് ഓരോ ബൗൾ വെച്ച് മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഇത് നിലത്ത് പോകാൻ പാടില്ല, ബാലൻസ് ചെയ്ത് തന്നെ പിടിക്കുക. ഒരു പ്രാവശ്യം ബാലൻസ് ചെയ്ത് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പോകാൻ പാടില്ല. ഓക്കെ, റെഡി? Okay, so your time starts now. Go, Saray, you go. അതൊക്കെ പോയാ അതെ, അങ്ങനെയൊക്കെ ഞാൻ പലതും പറയും. അല്ല, ഇവിടെയാണ് ബൗൾ. ആ, ശ്രീലക്ഷ്മി ഇപ്പൊ പറഞ്ഞപ്പോ കറക്റ്റ് DOG ആയി. ബൗ 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 ബൗ. ഇനി കൈ തൊടാൻ പാടില്ല. പതുക്കെ നടന്നാ മതി. കാണാൻ പറ്റില്ല. താഴെ വീണാൽ എല്ലാം പോകും കേട്ടോ. അതെ, മനസ്സിൽ അമ്മൻ കൂടെ ആലോചിച്ച് ചെയ്യും. അമ്മൻ കൂടെ ഇപ്പോഴാണ് ശരിക്കും ആ പാട്ട് വരുന്നത്. കാറ്റ് വന്ന് ഇവിടെ ബൗൾ എടുക്കാവോ? ആ, ബോൾ എടുത്തോ. ബോൾ എടുത്തു, പക്ഷെ ബോൾ എത്തിയിട്ടില്ല. ബൗൾ എത്തിയിട്ടില്ല, അതാ. ഓക്കെ, അവിടെ ഒരു ബൗളുണ്ട്. അത് ബൗളാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി 3 എണ്ണം കൂടിയേ ഉള്ളൂ, എളുപ്പമാണ്. ഓക്കെ. കുറച്ച് സ്പീഡ് നടക്കാൻ വേണമെങ്കിൽ. പറയൂ, വെള്ളം ഫ്രണ്ടില് വെള്ളം. ഓക്കെ, ഇവിടെ ഒരു ബൗളുണ്ട്. ഓക്കെ, നോക്കിയിട്ട് അത് ആക്ച്വലി മേലെയാണ്, ബൗളിന്റെ മേലെയാണ്. ഓക്കെ, കൊച്ചെന്തൊരു ഡീസന്റ് ആളൊരു ശ്രീലക്ഷ്മി. എല്ലാരെയും സഹായിക്കുന്നു. ഞാൻ മുമ്പും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നേരത്തെ ഇവരെ കറക്കി അവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ള ആളാണ്. ബോൾ വരെ ചിലപ്പോ ഇവിടെ ഉണ്ട്. നിങ്ങളെ സീരിയലിൽ വിളിക്കാൻ വേണ്ടി കണ്ടാണ് കേട്ടോ. ഹലോ, അവിടെ ഞാൻ സ്മാർട്ട് ഷോ വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. വെറുതെ കൊതിപ്പിക്കണ്ട. മിഥുൻചേട്ടനെ കൊണ്ട് പോകും. ഇനി അവിടെ ഫ്രണ്ടില് ഒരു ബൗൾ കൂടിയുണ്ട്. ലാസ്റ്റ് വൺ ഫ്രണ്ടില്. മിഥുൻചേട്ടൻ ക്യാമറ കൊണ്ട് ഇച്ചിരി മാറിയാൽ ചേച്ചി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പേര് മാറ്റി മാനത്ത് കണ്ടി നോക്കിയല്ല. ഒന്ന് കുറച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. ചാടിക്കോ, അല്ലെ സാധനം എടുത്ത് വെളിയിലോട്ട് പോയി. എല്ലാരും ചേർന്ന് ഒരു വലിയ കോൺസെൻട്രേഷൻ, കറക്റ്റ് കോൺസെൻട്രേഷൻ. ആ ഒരു കറക്റ്റ് മീറ്ററിൽ നടന്നതുകൊണ്ടാണ്. ഞാൻ ആ തോറ്റുപോന്ന് പറഞ്ഞപ്പോ ഭയങ്കര വീറും വാശിയും വന്നോണ്ടല്ലേ അത് ജയിച്ചത്. പക്ഷേ അത് സലീന് ഡാൻസ് അറിയാവുന്നതാണ്, അതിന്റെയാണ് ആ ഗുണം. ആ ബാലൻസ് കറക്റ്റ് ബുദ്ധിപരമായ നിങ്ങളുടെ പ്ലാനിങ്. ഉദയനും നന്ദനയുടെ ഇടയിൽ ഇതും കാണണം. 5ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ലോജിക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം തരിക. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആവശ്യം വരുന്ന, വളരെ എന്നുവെച്ചാൽ ഞാൻ പാടുള്ളതല്ല, എളുപ്പമാണ്. ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ്. ഇരട്ടകളായ അക്കുവും മക്കുവും തങ്ങളുടെ 14ാം പിറന്നാളിന്റെ അന്ന് അച്ഛനായ കുട്ടപ്പൻ കോൺസ്റ്റബിളിന്റെ 40ാം പിറന്നാളായിരുന്നു. മനസ്സിലായല്ലോ? സ്വത്ത് ഭാഗം വെച്ച് തരാൻ ആവശ്യപ്പെട്ട അക്കുവിനോടും മക്കുവിനോടും അദ്ദേഹം പറഞ്ഞത്, എന്റെ പകുതി പ്രായം നിങ്ങൾക്കാകുന്ന അന്ന് ഞാൻ ശരിയാക്കി തരാം എന്ന് കുട്ടപ്പൻ കോൺസ്റ്റബിൾ പറഞ്ഞു. അതിന് അവരിനി എത്ര വർഷം കാത്തിരിക്കണം? ഒരിക്കൽ കൂടി ഞാൻ വെരി ഗുഡ്. ഓക്കെ, ഗോ ഓൺ. ബസർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാൻ ടൈം ഉണ്ടാവില്ല. ഇനി എനിക്ക് അവർക്ക് ക്ലൂ കൊടുക്കാനും പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ എനിക്ക് ക്ലൂ കിട്ടാൻ സാധ്യതയുള്ളൂ.
അയാൾക്ക് അപ്പോഴത്തെ പ്രായം തന്നെയല്ലേ, 40ാമത്തെ വയസ്സ് പിറന്നാണ്ടെന്നല്ലേ ചോദിച്ചേ അപ്പം. അതെ, ആ നിങ്ങള് ഞാൻ പറഞ്ഞു ഇതിൽ കുസൃതിയല്ല, ലോജിക്കാണ്. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഉത്തരവല്ല, ലോജിക്കാണ്. ആലോചിച്ചേ പറ്റുള്ളൂ. അല്ല നിങ്ങളല്ലേ പറഞ്ഞ ബസ് അമർത്തി കഴിഞ്ഞാൽ ഒരുപാട് നേരം ആലോചിക്കാൻ ബസ് അമർത്തി കഴിഞ്ഞാൽ ആലോചിക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ്. സീരിയസ്ലി 10 എന്താ 9 8 7 ഇല്ല ഞങ്ങൾ അവർത്തായിരുന്നു 5 tell me. 9. 9 വർഷം അവർ കാത്തിരിക്കണം. അതായത് 9 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്, അതായത് അക്കുവും മക്കും ട്വിൻസ് ആണ്, അവര് 23 ആവും, അദ്ദേഹം 49 ആവും. എങ്ങനെ പോയാലും 9 വർഷം കഴിഞ്ഞാൽ എന്തായാലും 49 ആവുള്ളൂ. അപ്പൊ 46 ആവില്ല. അപ്പോ നിങ്ങളുടെ ഉത്തരം അല്ല, അച്ഛന് 46 ആവുമ്പോൾ കുട്ടികൾക്ക് 23. അങ്ങനെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്. അവർക്ക് ഇപ്പൊ 14 വയസ്സായില്ലേ. 14 + 9 = 23. 23 + 23 46. അങ്ങനെ ഉദ്ദേശിച്ചു. ഒറ്റ സെക്കൻഡ്. 9 വർഷം കഴിഞ്ഞാൽ അച്ഛൻ അച്ഛന് 49 ആവില്ലേ? 49 വയസ്സാവില്ലേ? 3 വർഷം ഒളിച്ചു പോയാ, ഒളിച്ചു താമസിക്കാൻ പോയാ. അച്ഛൻ 3 വർഷം എന്തോ മറ്റേ ഫ്രീസർ ഇരുന്നു പോയോ? ഉത്തരം തെറ്റാണ്. ആലോചിച്ച് പറയൂ. രണ്ടുപേരും തെറ്റിച്ചു കഴിഞ്ഞാൽ 2 ടീമും ഔട്ടാണ്. പിന്നെ അതോടുകൂടി നമ്മുടെ ഗെയിം അവസാനിക്കും. ആലോചിച്ച് പറയൂ. അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണ്ട, അവര് കണ്ടുപിടിച്ചോളൂ. ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് ഒന്ന് ട്രയൽ ആൻഡ് എറർ നോക്കുക. 20 19 ഞങ്ങൾക്ക് ഇത്ര സമയം തന്നില്ല. പറ്റില്ല. പിന്നെ എല്ലാവർക്കും എന്ത് 20? ഞങ്ങൾക്ക് 10 നിങ്ങൾ ആൻസർ പറയണോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൗണ്ട് ഡൗൺ 10 കാരണം നിങ്ങൾ ബസർ അമർത്തി, അതുകൊണ്ടാണ് കൗണ്ട് ഡൗൺ. അങ്ങനെ ഇത്ര അറിയോ? 17 16 15 14 അയ്യോ ഞാൻ പറഞ്ഞിട്ട് ഉത്തരം 13 നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ടീം. വേണ്ട. Go ahead. You're going in the right route. നിങ്ങൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണ്. മൂന്നേട്ടൻ കണക്ക് കൂട്ടുന്ന രീതി കറക്റ്റ് ആണ്. ഒന്ന് പറഞ്ഞു കേട്ടോ. I can hear it. അതുകൊണ്ടാണ് ഞാൻ പറയണേ. You're going in the right route. 12 മൂന്നേട്ടപ്പോ പറയാം 12 അല്ലെങ്കിൽ ടൈം ഔട്ട് ആവും. 12 അല്ല അതൊന്ന് പറയാം. 11 10 കറക്റ്റ് ആണോ? 10 ഉള്ള 9 പറയാം. പോട്ടെ. അല്ല, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ക്ലൂ തന്നു കഴിഞ്ഞു. സത്യം പറഞ്ഞ ഒരുപാട് ക്ലൂ തന്നു കഴിഞ്ഞു. ഇല്ല ഞങ്ങൾ കേട്ടില്ല. നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് മനസ്സിലായില്ല. മൂന്നേട്ട അല്ലെങ്കിൽ ടൈം ഔട്ട് ആയി പോകും. 8 ഇതാണോ എളുപ്പ ക്വസ്റ്റ്യൻ? 7 Come on. ആലോചിച്ച് നോക്ക്. എവര് പോയ റൂട്ടിൽ തന്നെ പോ. മുമ്പോട്ട് പോയി നോക്ക്. അവരുടെ മുമ്പോട്ട് പോയി നോക്ക്. 6 Again 6 6 5 ഇത് Go on. സെയിം പൈസ തന്നെയാണ് ഇവരൊക്കെ ആവുക. അതായത് 4 ഞാൻ പറഞ്ഞു അവരുടെ അവിടെ നിന്ന് മുമ്പോട്ട് പോയി നോക്കുന്നു. 3 അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട, അവര് പറയുന്നത് കറക്റ്റ് ആണ്. യെസ് 2 അതായത് 30 വയസ്സാവുമ്പോ അല്ല അയ്യോ ഞാൻ പറഞ്ഞുതരട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഗെയിം തീരും. ഞാൻ പറഞ്ഞുതരാം. 3 18 ആവുമ്പോ 2 18 years 1 18 years 14 18 14 18 32 32 32 32 40 18 58 32 58 എങ്ങനെയാ പകുതിയാവോ? നിങ്ങൾ അന്നേ ശരിയല്ലെന്ന് എനിക്കറിയായിരുന്നു മനുഷ്യ. ഇവര് പറഞ്ഞ ആൻസർ കേൾക്കരുത്. നിങ്ങൾ പോയ റൂട്ട് കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 1 ലാസ്റ്റ് ചാൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞതൊന്നും പറയൂ കേട്ടാ. നമുക്ക് ഇവിടെ തെറ്റിപ്പോയി. പിന്നെ കാൽക്കുലേഷൻ നിങ്ങൾ പറഞ്ഞ റൂട്ട് നിങ്ങൾ പോകുന്ന മൂന്നേട്ടൻ ഇവിടെ കണക്കൂട്ടർ എനിക്ക് കേൾക്കാം. എന്നിട്ട് ആദ്യം പറഞ്ഞത് പറയൂ മൂന്നേട്ടാ. ഇവര് പോയ റൂട്ടിൽ തന്നെ പോയപ്പോ നിങ്ങൾക്ക് കിട്ടി. ഐ എം ജസ്റ്റ് കൗണ്ടിങ് 3 more seconds. 3 27 വയസ്സ് 2 എന്തെങ്കിലും പറയൂ മൂന്നേട്ടാ. ആദ്യം പറഞ്ഞ ഉത്തരം പറയാം. 1 നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചു. അല്ല നമ്മള് പറഞ്ഞ 6 ആണ്. 6 ഞങ്ങൾ ആദ്യം വിജയിച്ചു. 6 വർഷം കഴിഞ്ഞാൽ 14 6 20 20 40 6 46
46 വരില്ലല്ലോ. അപ്പോഴത്തെ പ്രായമല്ല, അവർക്ക് 20 അച്ഛന്റെ പ്രായം എത്ര? അത് പകുതിയാവണം, അതല്ലേ? സോറി, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭയങ്കര ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഐ കുഡ് ഹിയർ യു കൗണ്ടിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഗോയിങ് ദ റൈറ്റ് റൂട്ട് എന്നുള്ളത്. എവരുടെ മുമ്പോട്ട് കൗണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഏതായാലും ഇവർക്ക് 2 പേർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. The game has to end. അയ്യോ ഇല്ല. Sorry. You're wrong. നിങ്ങൾ 9 എന്ന് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് കൗണ്ട് ചെയ്യുന്നു പറഞ്ഞു. 10 ആണെങ്കിൽ 14 10 24, അപ്പുറത്ത് 50. 11 ആണെങ്കിൽ 14 11 25, അപ്പുറത്ത് 51. 12 ആണെങ്കിൽ 26, അപ്പുറത്ത് 52. ഞാൻ 12 3 തവണ കൗണ്ട് ഡൗണിൽ ആവർത്തിച്ചു. ഞാൻ എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ക്ലൂ തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 6 അവിടെ എത്തിയപ്പോഴും ഞാൻ 6 2 തവണ പറഞ്ഞു. ഓട്ടെ, നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് മുകുന്ദേട്ടൻ കൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ട് 10 കഴിഞ്ഞിട്ട് യു സ്റ്റോപ്പ്. ഗംഭീരമായിട്ട് കളിച്ചു. നമുക്ക് അക്കൗണ്ട് ചുമ്മാ ഒന്ന് നോക്കാം എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. ഒന്നുമില്ല. ഓ, മ്യൂസിക് സിസ്റ്റം 2 അതായത് നിങ്ങൾക്ക് ഒരു മ്യൂസിക് സിസ്റ്റം, ഇവർക്ക് ഒരു മ്യൂസിക് സിസ്റ്റം. അത് വേണേ എക്സ്റ്റെൻഡ് ചെയ്യാം. വേണമെന്നില്ല. വാട്ടർ ഹീറ്റർ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ. പാർവതി പറഞ്ഞു നോക്കുക. മറ്റേ ആ സുധീപേട്ട എന്ന് വിളിക്കുന്ന രീതിയിൽ വിളിച്ചില്ല. അടുത്ത റൗണ്ടിലേക്ക് പോവോ? പോവോ? ഇല്ല, നമ്മൾ വേണമെങ്കിൽ സുധീപേട്ട മറ്റു മിഥുനേട്ടാന്ന് എക്സലന്റ് വെൽ പ്ലേഡ്. ഇവിടെ വരുന്ന പല ആൾക്കാരും ഇത്രയും സമ്മാനങ്ങളുമായി പോകാറില്ല. നിങ്ങൾ വളരെ നന്നായിട്ട് കളിച്ചു. ഈ പറഞ്ഞതുപോലെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സീരിയലുകളുടെ വിജയത്തിന് കാരണമാവുന്നത് നിങ്ങളുടെ ടീം സ്പിരിറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെ എല്ലാവരും പോകുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. എക്സലന്റ്. ഒരു ചെറിയ ഇങ്ങനെ തന്നെ പോട്ടെ. അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ യുഗാണ്ടയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആരാണെന്നുള്ളതായിരുന്നു. അതെ അതെ അതെ. ആരായിരുന്നു? ആരാണ്? എനിക്ക് കുട്ടപ്പൻ കോൺസ്റ്റബിൾ. കുട്ടപ്പൻ കോൺസ്റ്റബിൾ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ആരാ? പാർവതി പാടൂലേ? ഇല്ല. പാർവതി പാടും. എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ വിട്ടുകളഞ്ഞു. സരയുണ്ട് പാട്ട് കേൾക്കണം. സരിയാണ് കവിത എഴുതുന്ന ആള്. സരയു പാട്. ഞാൻ കവിത ചൊല്ലുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ചൊല്ല്. ഇല്ല കവിത എഴുതുന്ന ആള് കവിത ചൊല്ലും. ഇല്ല, സത്യമായിട്ട് ചൊല്ലാൻ അറിയില്ല. അവസാനം എഴുതിയ ഒരു കവിത ഒന്ന് നമുക്ക് വേണ്ടി പറയാം. കവിത എഴുതിയിട്ട് കുറെ നാളായി. കവിത എഴുതിയിട്ട് അല്ല, പഴയ ഹിറ്റായ ഒരു കവിത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്യല്ലേ, ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യാം. നമ്മുടെ മേഖല ഡാൻസ് മാത്രമേ ഉള്ളൂ. ഡാൻസ് ചെയ്തോ. ഒരാളെ ടാർഗറ്റ് ചെയ്യല്ലേ, എല്ലാവരും നമുക്ക് എല്ലാവരും കൂടി ഡാൻസ് ആടാൻ. ഓക്കെ. റെഡി. ഞാൻ പക്ഷേ ഇവിടുത്തെ ആസ്ഥാന ഡാൻസറിനെ വിളിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഡാൻസിലോട്ട് കിടക്കുള്ളൂ. അതാരാ? നമ്മുടെ DOG. ശ്രീലക്ഷ്മി വാ. ഡാൻസിൽ വെല്ലുവിളിച്ചിരിക്കുന്ന ശ്രീലക്ഷ്മി ഓടി വാ. शरारत है मेरी नींदें है फरार तेरे संग मेरे यार तूने की जो मेरे साथ शरारत है हो काजल की सिहाई लेके आंखों के चिराग से कैसे मैं बताऊं तुझको सूरतियां जाग के अखियों ने लिखे लव लेटर वे ओ मेरी अखियों ने लिखे लव लेटर वे सजना चांद से बेटर वे सजना वे